ഹല്ലേലൂയ. നമ്മൾ വായിക്കാൻ ഇവിടെ തീമായിട്ട് എടുത്തിരിക്കുന്ന വാക്യം എബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായത്തിലെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്. എബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം. 13-ാം അധ്യായത്തിൽ കാണുന്നു, യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യം തന്നെ. പക്ഷേ അവിടെ മുകളിലും താഴെയും പറഞ്ഞിരിക്കുന്ന വാക്കുകളിൽ കൂടെ നമുക്ക് നോക്കി മുമ്പോട്ട് പോകാം. 13-ാം അധ്യായം എബ്രായ ലേഖനത്തിൻ്റെ ഒരു കൺക്ലൂഷനാണ്. കാരണം എബ്രായ ലേഖനം ക്രിസ്തുവിൻ്റെ നിസ്തുല്യതയെക്കുറിച്ചാണ് പറയുക. എല്ലാത്തിനേക്കാട്ടിലും ഉയരത്തിലാണ് ക്രിസ്തുവിൻ്റെ സ്ഥാനം എല്ലാത്തിനേക്കാട്ടിലും മേലിലാണ്. ദൂതന്മാരെക്കാട്ടിലും മുകളിലാണ്, പ്രവാചകന്മാരെക്കാട്ടിലും മേലിലാണ്, പുരോഹിതന്മാരെക്കാട്ടിലും മേലിലാണ്. ക്രിസ്തു കഴിച്ച യാഗം അത് ഏകയാഗമാണ്. അപ്പോൾ ക്രിസ്തുവിൻ്റെ നിസ്തുല്യതയും ക്രിസ്തുവിൻ്റെ വ്യതിരക്തതയും മനസ്സിലാക്കുന്ന ഒരു യൂണിവേഴ്സൽ ലെറ്റർ, സാർവലൗകികമായ ഒരു പുസ്തകം എബ്രായർക്ക് എഴുതിയ ലേഖനം. അതിനകത്തെ കൺക്ലൂഡിങ് ചാർട്ടാണ്. 11-ാം അധ്യായത്തിൽ പറഞ്ഞൊരു വിശ്വാസവീരന്മാരുടെ പട്ടികയാണ്. 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നാം കാണുന്നത്, അതുകൊണ്ട് നാം ക്രിസ്തുവിനെ നോക്കണം എന്നാണ്. സകല ഭാരവും മുറുകെ പറ്റുന്ന പാപം വിട്ട് മുമ്പ് വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ തോന്നണം. അവിടെ എന്തെങ്കിലുമൊക്കെ കാലുകൾ ഇടറുമ്പോൾ ആരെ നോക്കണം? യേശു ക്രിസ്തുവിനെ നോക്കണം. ക്രിസ്തുവാണ് ഈ അധ്യായത്തിൻ്റെ, ഈ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട തീം എന്ന് കാണാൻ കഴിയും. അതുകൊണ്ടാണ് 3-ാം വാക്യത്തിൽ 12:2 കാണുന്നു, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കണം. ഇനി നിങ്ങളുടെ ഉള്ളിൽ 3-ാം വാക്യം, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിക്കണം. ഇപ്പോൾ യേശു ക്രിസ്തുവിനെ നോക്കണം, യേശു ക്രിസ്തുവിനെ ധ്യാനിക്കണം. 3-ാം അധ്യായത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ച് പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ ആരെ നോക്കണം? യേശുവിനെ നോക്കണം. ഇപ്പോൾ യേശു നമ്മുടെ ഫോക്കസാണ്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഫോക്കസ് ക്രിസ്തുവാണ്. അതുകൊണ്ട് ക്രിസ്തുവിനെ നോക്കുക, ക്രിസ്തുവിനെ ധ്യാനിക്കുക, ക്രിസ്തുവിനെ മാത്രം ധ്യാനിക്കുക. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കി ജീവിക്കുക ജീവിതത്തിൻ്റെ ഏറ്റവും ഭാഗ്യപ്പെട്ട ഒരു കാര്യമാണ്. 13-ാം അധ്യായം, 13-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്കുകൾ കാണുന്നു. ആ പുസ്തകം, ആ അധ്യായം 1 മൊത്തം. കാരണം ഈ ഡിറ്റാച്ച് ചെയ്ത് വാക്യങ്ങൾ ചിന്തിക്കരുതെന്നുള്ളതാണ് പൊതുവേ ഉള്ള ഒരു വ്യാഖ്യാന ശാസ്ത്രം. മുകളിലെന്താണ്, താഴെ എന്താണ്. 1-ാമത്തെ കാര്യം, സഹോദരപ്രീതി നിലനിൽക്കട്ടെ. ക്രിസ്തു ധ്യാനത്തിൻ്റെ മുമ്പിൽ എഴുതിയിരിക്കുകയാണ്, സഹോദരപ്രീതി എന്തു ചെയ്യട്ടെ? നിലനിൽക്കട്ടെ. അതിഥി സൽക്കാരം മറക്കരുത്. അതിനാൽ ചിലർ അറിയാതെ ദൈവദൂതന്മാരെ എന്തു ചെയ്തു? സൽക്കരിച്ചിട്ടുണ്ടല്ലോ. നിങ്ങളും തടവുകാരെന്ന പോലെ തടവുകാരെയും, നിങ്ങളും ശരീരത്തിൽ ഇരിക്കുന്നവരാകിയാൽ കഷ്ടാനുഭവിക്കുന്നവരെയും ഓർത്തുകൊള്ളണം. വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലവുമായിരിക്കട്ടെ. എന്നാൽ ദുർനടപ്പുകാരെയും വ്യഭിചാരികളെയും ദൈവം വിധിക്കും. നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്തതായിരിക്കട്ടെ. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുകയും ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ലെന്ന് കർത്താവ് അരുളിച്ചെയ്തിരിക്കുന്നു. ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കുകയില്ല. മനുഷ്യൻ എന്നോട് എന്തു ചെയ്യുമെന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം. എന്നിട്ട് പറയുകയാണ്, നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ എന്തു ചെയ്യണം? ഓർക്കണം. അവരുടെ ജീവാവസാനം ഓർത്ത് അവിടെ വിശ്വാസം അനുകരിക്കണം. യേശു ക്രിസ്തു ഇന്നലെ ഇന്നും എന്നേക്കും ആരാണ്? അനന്യനാണ്. അപ്പം 1, സഹോദരപ്രീതി എന്തു ചെയ്യട്ടെ? നിലനിൽക്കട്ടെ. എല്ലാവരും ചേർന്ന വാക്കൊന്ന് പറഞ്ഞ്, സഹോദരപ്രീതി നിലനിൽക്കട്ടെ. മനുഷ്യരായ മനുഷ്യർക്കൊക്കെ ഏറ്റവും വലിയൊരു പ്രയാസമുള്ളത് ഒറ്റയ്ക്കായി പോകുന്നതിൻ്റെ സങ്കടങ്ങൾ ചെറുതല്ല. ഒറ്റയ്ക്കായി പോവുക. അപ്പം ജീവിതത്തിലെ ഒറ്റയ്ക്കായി പോകുന്ന സമൂഹത്തിന് ഏറ്റവും നിലനിൽപ്പിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ബന്ധങ്ങളാണ്. ആ ബന്ധങ്ങളിലെ വലിയൊരു ബന്ധമാണ് മനുഷ്യൻ എന്ന് പറയുന്നത് ബന്ധമാണ്. ആ ബന്ധങ്ങളിലെ ഏറ്റവും വലിയൊരു ബന്ധമാണ് സഹോദര ബന്ധം. പല ബന്ധങ്ങളുണ്ട്. അപ്പനും അമ്മ, മക്കൾ, കൂടപ്പുറപ്പുകൾ. അപ്പോൾ കൂടപ്പുറപ്പുകൾ, സഹോദരങ്ങൾ, ആ സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് വേദപുസ്തകം പറയുന്നു, ലെറ്റ് ബ്രദർലി ലവ് കണ്ടിന്യൂ. സഹോദരപ്രീതി നിലനിൽക്കട്ടെ. എല്ലാവരും ഒന്ന് ചേർന്ന് ഒന്നുകൂടെ പറയാമോ? സഹോദരപ്രീതി. ക്രിസ്തുവിടെ ഉണ്ടോ അവിടെ സഹോദര ബന്ധങ്ങൾ പണിയപ്പെടും. പക്ഷേ ഇന്ന് അപൂർവമായിട്ടാണ്, അറിയത്തില്ല. ഏതായാലും സഹോദര ബന്ധങ്ങളൊക്കെ ഒലയുന്ന കാഴ്ചയാണ് നമ്മൾ കാണുക. അത് പലപ്പോഴും നമുക്ക് സാമ്പത്തികവും നന്മയും ഉയർച്ചയും വിദ്യാഭ്യാസവും ഒക്കെ കൂടുമ്പോൾ
എളിവം കാണുന്ന ദയനീയമായൊരു കാഴ്ച സഹോദര ബന്ധങ്ങളുടെ ആ ഉദാത്തത ഒന്ന് ഒലയുന്നതാണ്. ഒന്നുകൂടെ ചോദിച്ചോട്ടെ, കാശ് കൂടുതലുള്ളിടത്താണോ സഹോദരങ്ങളുടെ ബന്ധം, കാശില്ലാത്തിടത്താണോ? കാശ് ഇല്ലാത്തിടത്താണ്. കാശുള്ളിടത്ത് പലപ്പോഴും വഴക്കാണ്. ചേട്ടനും അനിയനും കൂടെ കേസാണ്. ഞാൻ കണ്ടതാണ് ഒത്തിരി വർഷം മുമ്പാണ്. എന്താണെന്ന് ചോദിച്ചാൽ ചേട്ടനും അനിയനും കൂടെ വീതം വെച്ചപ്പോൾ അനിയൻ്റെ വീതത്തിൽ കുറേ തേക്ക് കൂടുതലുണ്ടായിരുന്നു. അപ്പം ചേട്ടൻ അതിന് കേസ് കൊടുത്തു. അപ്പം ഞാൻ ഈ ചേട്ടനോട് സംസാരിച്ചാൽ പറഞ്ഞു, വിട്ടുകള പോട്ടെ, സിവിൽ കേസ് എത്ര നാൾ പോവും, വക്കീൽ എന്ത് കാശ് കൊണ്ടുപോകും. മിടുക്കൻ ചേട്ടായി എന്നോട് പറയുക, പോട്ട് പാസ്റ്റേ പോട്ട്, കേസങ്ങോട്ട് നീളട്ടെ. ഞാൻ ചോദിച്ചാൽ അതന്നെ. അപ്പോഴത്തേന് തേക്കിന് വണ്ണം കൂടും. വക്കീലിന് കൊടുത്ത പൈസ തേക്കെ മുതലാക്കാം. തേക്കിൻ്റെ പേരിലും വസ്തുവിൻ്റെ പേരിലും ഒക്കെ സഹോദര ബന്ധങ്ങൾ ഒലയുമ്പോൾ ഒരു കാര്യം മറക്കരുത്, ഈ കൊച്ചു മനുഷ്യരുടെയും ഞാൻ ഒത്തിരി നന്മ കണ്ടു. മനസ്സിലിങ്ങനെ കീറി മുറിഞ്ഞു പോയ ഇന്നും ഉണ്ടല്ലോ, കണ്ണ് നനഞ്ഞ് കണ്ട ഒരു കാഴ്ച. MR ആയിട്ടുള്ളൊരു കുഞ്ഞാ. MR എന്ന് പറഞ്ഞാൽ അറിയാമോ? മെൻ്റലി റിട്ടാർഡാ. മനുഷ്യ ഒരു മാംസപിണ്ഡം എന്നൊക്കെ പറയാം. അവനെ കണ്ട ഒറ്റ വട്ടത്തിലൊരു മനുഷ്യൻ്റെ ഒരു അത്യാവശ്യം രൂപം. അങ്ങനെ അത്ര കാഴ്ചയ്ക്ക് വൈകല്യപ്പെട്ടൊരു കുഞ്ഞ്. അവൻ മരിക്കുക. അവൻ മരിച്ചപ്പം സെൻട്രൽ പാസ്റ്റർ എന്ന നിലയിൽ അവിടുത്തെ പാസ്റ്ററിനെ വിളിച്ചിട്ട് പറഞ്ഞു, ദൈവദാസനെ ഒക്കുമെങ്കിലും ഒന്നും വന്നാൽ നല്ലതായിരിക്കാം, നിർബന്ധിക്കുന്നില്ല. കാരണം ഒരു MR കുഞ്ഞ് മരിച്ചതല്ലേ. എന്നാലും കുഞ്ഞ് MR കേട്ടപ്പം ഞാൻ പറഞ്ഞു ഞാൻ വരും. ഞാൻ അവിടെ ചെന്നപ്പം ഈ അപ്പൻ സാക്ഷ്യം പറയുകയാണ്, ഞങ്ങൾക്ക് ഈ കുഞ്ഞിനെ ഒരു സ്ഥാപനത്തിലാക്കാൻ വേണ്ടി എല്ലാവരും നിർബന്ധിച്ചു. അതിനുള്ള ക്രമീകരണങ്ങൾ ജനപ്രതിനിധികൾ ചെയ്തു എന്ന്. പക്ഷെ ഞങ്ങൾ തീരുമാനിച്ചു അവനെ അങ്ങനെ കളയില്ല. അവന് പ്രായമായപ്പം അവൻ്റെ കൂടപ്പുറപ്പം അവനെ നോക്കി. എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, ഈ MR കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകുമ്പോൾ അവൻ്റെ സ്വന്തം കൂടപ്പുറപ്പ് മയങ്ങി വീഴുക, എനിക്കിനി ആരാവുള്ളത്, എനിക്കിനി ആരാവുള്ളേ. കൊച്ചു കൊച്ചു മനുഷ്യരുടെ സ്നേഹ സുഹൃതങ്ങൾ എന്നും നമ്മുടെ മനസ്സിനെ ഒന്നൊലയ്ക്കും. പറയുക, സഹോദരപ്രീതി നിലനിൽക്കട്ടെ. അടുത്തത്, അതിഥി സൽക്കാരം എന്ത് ചെയ്യരുത്, മറക്കരുത്. അതിനാൽ ചിലർ അറിയാതെ ആരെ സൽക്കരിച്ചു? ദൈവദൂതന്മാരെ സൽക്കരിച്ചു. ഈ ദൈവദൂതന്മാർ ഭാരതീയ പാരമ്പര്യത്തിൽ അതിഥി പൂജ ദേവപൂജയായിട്ട്, അതിഥി ദേവോ ഭവ എന്നൊരു ചൊല്ലുണ്ട്. തെറ്റുണ്ടോ എനിക്കറിയില്ല, എന്നാലും ഞാൻ അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. അതിഥിയെ ദേവതുല്യം സ്വീകരിക്കുക. ക്രൈസ്തവ പാരമ്പര്യത്തിൽ ബൈബിൾ പാരമ്പര്യത്തിൽ അതിഥി ദൂതന്മാരായിട്ട് കാണണം. ഓരോ അതിഥിയെ ആരായിട്ട് കാണുക? ദൂതന്മാരായിട്ട് കാണുക. ഇന്ന് മനുഷ്യർക്കൊക്കെ വീടുകളിലൊക്കെ ആൾക്കാർ വരുന്ന ബുദ്ധിമുട്ടാണ്. പക്ഷേ വീടുകളിൽ ഓരോരുത്തർ വരുന്നത് നല്ലതായിരുന്നു. കാരണവന്മാർ മുറ്റത്തോട്ട് ഇറങ്ങിയിട്ട് ഒന്ന് നോക്കിയിട്ട് ഉറക്കെ അമ്മയോട് പറയും, ഡിയേ ഇച്ചിരി അരി കൂടുതലിട്ടേരെ. എന്താ? കാക്ക വിരുന്ന് വിളിക്കുന്നു. കേട്ടിട്ടുള്ളവരുണ്ട്, ഒന്ന് കൈവെക്കാമോ? അന്ധവിശ്വാസം ഒന്നാണെന്ന് ഞാൻ. കാക്ക വിരുന്ന് വിളിക്കുന്നു. ഇച്ചിരി അരി എന്ത് ചെയ്തേക്കണം? ഇന്ന് എന്തായാലും തൊടി കാക്കയില്ല. കാക്കയെ നമ്മൾ വളരെ കുറവാണ്. കാക്കയില്ലാത്തതുകൊണ്ടായി വേസ്റ്റ് എല്ലാം കൂടെ കൊടുക, രാസവളം എല്ലാം കൂടെ ചെയ്ത് കാക്ക കൊന്നെടുക്കപ്പെട്ടു. കാക്കയില്ല. എന്നാലും കാക്ക വിരുന്ന് വിളിക്കുമ്പോൾ ഇച്ചിരി അരി കൂടുതലിട്ടു. ഒറ്റ കാര്യത്തിനാണ്, ആരും വന്നാലും കഴിക്കാതെ എന്ത് ചെയ്യരുത്, പോകരുത്. ഒരു ഇച്ചിരി ചൂട് കൂടുതലിട്ടേക്കുക. അപ്പം അതിഥികളെ ദേവന്മാരായിട്ട് കാണുക. പക്ഷേ വേദപുസ്തകം അങ്ങനെ പറയുമ്പം തന്നെ ഇന്നത്തെ ഈ പാർട്ടികളുടെ ലോകമുണ്ട്. എന്ന് നമുക്കറിയാം, പിള്ളേർ സെറ്റൊക്കെ പാർട്ടിയാണ്. ബർത്ത്ഡേ പാർട്ടി, ബാച്ചിലേഴ്സ് പാർട്ടി, എന്തെല്ലാം പാർട്ടിയാണെന്നറിയാം. കല്യാണത്തിൻ്റെ തലേദിവസം അവൻ്റെ ഒരു പാർട്ടിയുണ്ട്. അവിടെ എന്താ? ബാച്ചിലേഴ്സ്. അറിയാമല്ലോ എല്ലാവർക്കൊക്കെ ബാച്ചിലേഴ്സ് പാർട്ടി. അപ്പച്ചനറിയാമോ? അച്ഛനറിയാമോ? ഇല്ല. ഉണ്ട്. ഞെട്ടൊന്നും ചെയ്യരുത്. ബാച്ചിലേഴ്സ് എന്ന് പറഞ്ഞാൽ ബാച്ചിലർ ജീവിതം അവസാനിപ്പിക്കുന്ന കല്യാണത്തല്ലേ അടിച്ച് ഓഫാകും. ബാച്ചിലർ പാർട്ടിയാണ്. അടിക്കുക, പൊളിക്കുക, പിന്നെ എന്ത് വേണം? എല്ലാത്തിനും പാർട്ടിയാണ്. ബർത്ത്ഡേ പാർട്ടി, വെഡിങ് ആനിവേഴ്സറി പാർട്ടി, പിന്നെ പാർട്ടിയോട് പിന്നെ ചുമ്മാ അങ്ങ് പാർട്ടിയാണ്. ചത്താലും പാർട്ടി, ജീവിച്ചാലും പാർട്ടിയാണ്. ആ പാർട്ടിയുടെ കാര്യം അല്ലിവിടെ പറയുക. ഇവിടെ പറയുന്ന അതിഥി സൽക്കാരം. എനിക്ക് അബ്രഹാമിൻ്റെ കോണ്ടസ്റ്റാണ്. അബ്രഹാം ഈ ദൂതന്മാർ വന്നപ്പം വയസ്സ് എത്ര കാണും? 100 അടുത്തായി. എന്നാലും അബ്രഹാം നിലം വരെ എന്ത് ചെയ്തു? കുനിഞ്ഞെന്ന. അതിഥികൾ എന്ത് ആദരവോടെ കാണുന്നത്. നിലം വരെ എന്ത് ചെയ്തു?
കുനിഞ്ഞ് പഠിക്കണേ, നിലം വരെ കുനിഞ്ഞു. നിലം വരെ കുനിഞ്ഞ് പെട്ടെന്ന് പുള്ളി കാളെ പിടിച്ച് പാചകമൊക്കെ ചെയ്തു. പുള്ളിക്കാരത്തി സഹോദരി അപ്പമൊക്കെ ഉണ്ടാക്കി കൊടുത്തു. പക്ഷേ പിന്നത്തേതിലാണ് പറയുക അതിഥി ആരായിട്ടാണ്? ദൂതന്മാരായി. അപ്പോൾ ഓരോ അതിഥിയെയും ആരായിട്ട് കാണണം? ദൂതന്മാരായിട്ട്. വീട്ടിൽ വരുന്ന ഓരോരുത്തരെയും. എനിക്ക് ഒരു സമയത്ത് വല്ലാതെ പേടിച്ചു പോയൊരു കാര്യമുണ്ട്. ഞാൻ ഈ ചെറുപ്പത്തിൻ്റെ ഒരു ഭ്രാന്ത് പിടിച്ചൊരു സമയമുണ്ടായിരുന്നു. അതെന്നെ സംബന്ധിച്ച് എനിക്കൊരു ആവേശത്തിൻ്റെ ഒരു സമയം. പിന്നത്തേതിലൊക്കെ നമുക്കത് കുറഞ്ഞോന്നൊക്കെ ചോദിച്ചാൽ അതിനകത്ത് ഒരു ചെറിയ സത്യമുണ്ട്. അനുഭവങ്ങൾ നമ്മളെ ഒത്തിരി ഇരുത്തം കൊണ്ടുവരും. അപ്പോൾ അന്ന് ഈ മദ്യപാനികളായ സഹോദരന്മാരെയൊക്കെ റോഡിൽ പോയി പിടിച്ചുകൊണ്ട് വീട്ടിൽ കൊണ്ടുവരിക, താമസിപ്പിക്കുക, വഴി കാണുന്നവരെല്ലാം എടുത്തുകൊണ്ട് വരിക, അങ്ങനൊരു കാലമുണ്ട്. അങ്ങനെ 8, 10, 15 പേരൊക്കെ എൻ്റെ വീട്ടിൽ ഒരേ സമയം താമസിച്ച ഒരു കാലം എനിക്കുണ്ടായിരുന്നു. എൻ്റെ ഭാര്യ അതിനെതിരെ വല്ലായിരുന്നു. പിള്ളേരെ കുഞ്ഞായിരുന്നു. ഞങ്ങളുടെ കൊച്ചു വീടിനകത്ത് സഹോദരിമാരെല്ലാം കൂടെ താമസിക്കും, ആണുങ്ങളെല്ലാം കൂടെ ഹോളിനകത്ത് താമസിക്കും. അങ്ങനെ ഒരു കാലം. പിന്നെ ഞാൻ വീട്ടിലില്ലാതായപ്പോഴത്തേന് ഇവരെ മാനേജ് ചെയ്യാൻ പാടായി. കാരണം ഇവർ തമ്മിലടിക്കും, ബഹളം വെക്കും, അങ്ങനെയൊക്കെ ആയപ്പോഴത്തേന്. അപ്പോൾ അതിലൊരു അമ്മച്ചി പകലങ്ങ് പോവും, രാത്രിയാകുമ്പം വരും. ആ അമ്മച്ചി ഇടയ്ക്ക് മരിച്ചുപോയി. രാത്രി വന്ന് ഞങ്ങളുടെ വീടിൻ്റെ സ്ഥലം കുറവാണ്. അവിടെ ഒരു സ്റ്റെയർ കേസിൻ്റെ ലാൻഡിങ്ങിൽ അമ്മച്ചി കിടക്കും. എൻ്റെ വൈഫിൻ്റെ പിതാവെല്ലാം കൂടെ ദൂരെ നിന്ന് വന്ന് രാത്രി മുറിക്കകത്ത് കയറി. അവർ കണ്ടില്ല ഇവരെ. എല്ലാം കഴിഞ്ഞ് രാത്രി ഈ സഹോദരി വന്ന് ലാൻഡിങ്ങേ കിടന്നു. എൻ്റെ അമ്മ ഇപ്പം വെളുപ്പിനെ എഴുന്നേറ്റ് അതിരാവിലെ തിരുസന്നിധി പാടിക്കൊണ്ട് ഇറങ്ങി വരികയും ലാൻഡിങ്ങേ കിടക്കുന്ന അമ്മയെ തട്ടി പേടിച്ച് വരുന്നുണ്ട്. അവരും അലച്ച്, അപ്പനും അലച്ച്. അന്ന് അറിഞ്ഞില്ല ഇങ്ങനെ കിടപ്പുണ്ടെന്ന്, ഇരുട്ടല്ലേ, ലാൻഡിങ്. അപ്പോൾ നമ്മൾ തീരുമാനിച്ച് രാവിലെ ഇനി അവരോടങ്ങ് വരണ്ട, കാരണം കിടക്കാൻ സ്ഥലമില്ല, എവിടെയെങ്കിലും പൊക്കോളാൻ പറയും. അന്ന് എൻ്റെ മോള് കുഞ്ഞാ. അവളെന്നോടൊരു ചോദ്യം ചോദിച്ചു. എൻ്റെ ഉള്ളു കീറിപ്പോയി. അപ്പം അല്ലേ പ്രസംഗിച്ചേ, ദൂതന്മാരിങ്ങനെ അതിഥികളായിട്ടൊക്കെ വരും. എങ്ങാനും ഇത് ദൂതനാണെങ്കിൽ എന്തോ ചെയ്യും? തീർന്നില്ലേ? എൻ്റെ അങ്കാക്കലി പറിച്ചു പോയി. ഇതെങ്ങാനും ദൂതനാണ് എന്ത് ചെയ്യും? അപ്പം പക്ഷേ വേദവസ്തം പഠിപ്പിക്കുന്നു ഓരോ മനുഷ്യരെയും ദൂതരായിട്ട് കാണണം. അപ്പം തന്നെ വേദപുസ്തകത്തിൻ്റെ ഒരു വിശ്വാസ അല്ലെങ്കിൽ ക്രൈസ്തവ വിശ്വാസ പാരമ്പര്യത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. പപ്പയ്ക്ക് ഒരു കടയുണ്ടായിരുന്നു. എൻ്റെ അപ്പ ഒരു മിലിറ്ററിയിൽ നിന്ന് വന്നിട്ടൊരു കട തുടങ്ങി, ഒപ്പം സുവിശേഷ വേലയും. അപ്പോൾ ഒരു ദിവസം വീട്ടിൽ പറഞ്ഞു, നാളെ ഒരു ഗസ്റ്റുണ്ട്, അവധിയാണ്, ശനിയാഴ്ചയാണ്, ഗസ്റ്റെന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷം. ആരാണ്ട് പെണ്ണ് കെട്ടിയ പിള്ളേർ വരുന്നൊക്കെ ചിന്ത. അപ്പോൾ ഈ നമ്മുടെ ഈ ഒരു നസ്രാണി പാരമ്പര്യത്തിലെ വിരുന്നിൻ്റെ ചിട്ടവട്ടങ്ങളെല്ലാം ഒരുക്കുക. ആദ്യം ഇലയിടും, ഉപ്പിടും, കട്ട്ലേറ്റ് ഉണ്ട്, അത് വറക്കുന്നതിൻ്റെ മണം. കട്ട്ലേറ്റ് വറക്കുന്നൊരു മണമെന്ന് പറഞ്ഞ ഒരു സുഖമല്ലേ, നല്ല. ഈ കടയിൽ നിന്ന് മേടിക്കുന്ന കട്ട്ലേറ്റ് അല്ല, അത് ഉരുളക്കിഴങ്ങ. അല്ലാതെ വീട്ടിലെ റസ്ക് പൊടിയൊക്കെ ഇട്ട് മുക്കി വരട്ടുന്ന ഒരു. അപ്പോൾ അതിൻ്റെ മണവും. പിന്നെ ബ്രെഡ്, സ്റ്റൂ, ചോറ്, 4 കോഴ്സാണ് നമ്മുടെ വിരുന്നിന് അല്ലേ. ആദ്യം കട്ട്ലേറ്റ്, സലാഡ്, ബ്രെഡും സ്റ്റൂവും, ചോറ്, അത് കഴിഞ്ഞ് ഒടുവിൽ പഴവും പഞ്ചാര. ഇതെല്ലാം ഒരുക്കി വെച്ചേക്കുക. ആരോ വലിയ ആൾക്കാരാണ്ട് വരുന്നുണ്ടെന്നറിയാം. ഉച്ചയായപ്പം വന്നപ്പോൾ എല്ലാ കല്യാണത്തിനും വിളിക്കാതെ ഉണ്ണാൻ പോകുന്ന ഒരാളാണ്. എല്ലാ കല്യാണത്തിനും വിളിക്കാതെ ഉണ്ണാൻ പോകുന്നൊരു അച്ഛനാണ്. വീട്ടിൽ കൊണ്ടുവന്ന് വിരുന്നെല്ലാം കൊടുത്തു. പോയപ്പോൾ ഞങ്ങളോടൊരു കാര്യം എൻ്റെ അപ്പ പറഞ്ഞു, അവനെ എനിക്ക് വേണമെങ്കിൽ കടയിൽ കൊണ്ടുവന്നൊരു 100 രൂപയുടെ ചോറ് മേടിച്ച് കൊടുത്താൽ നമ്മുടെ സങ്കടം അങ്ങ് തീരും. പക്ഷേ അദ്ദേഹത്തെ വീട്ടിൽ കൊണ്ടുവന്ന് ഇങ്ങനെ വിരുന്നൊരുക്കി കൊടുത്തത് നിങ്ങളെ ഒരു കാര്യം പഠിപ്പിക്കാനാണ്. എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ. അനർത്ഥകാലത്ത് യഹോവ അവനെ എന്തു ചെയ്യും? വിടുവിക്കും. അങ്ങനെയാണ് കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുക. സാധുക്കളായ ദൈവമക്കളെയൊക്കെ വിളിച്ച് വരുത്തി വീട്ടിലിരുത്തി ഒന്നുമില്ലാഞ്ഞിട്ടും സൽക്കരിച്ച നിത്യതയെ വിശ്രമിക്കുന്ന എത്രയോ അമ്മമാരുടെ പുണ്യമാണ് ഇന്ന് ഞാനും നിങ്ങളുമൊക്കെ പട്ടിണിയില്ലാതെ ഈ കാലത്ത് നയിക്കപ്പെടുക. മറക്കരുത്, ഓരോരുത്തരെയും ആരായിട്ട് കണ്ടു? ദൂതന്മാരായിട്ട് കണ്ടു. വർഷങ്ങൾ കഴിഞ്ഞു പോയപ്പം മറ്റൊരനുഭവം. ഒരു കല്യാണത്തിൻ്റെ പരിപാടിയാണ്. അതൊരു വളരെ പാവങ്ങളായ കുറേ പേരാണ്, ഒരു കോളനിയിലാണ്. അപ്പം ഞാൻ അന്ന് വൈകിട്ട് UK പോവുക. ഞാൻ ഒഫീഷ്യൽ ഗസ്റ്റാണ്. അവരെന്നെ കൊണ്ടുവന്നിടത്ത് എനിക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് തന്നിട്ടുണ്ട്. എനിക്ക് അവിടെ ചെന്നാൽ ഹോട്ടൽ അക്കോമഡേഷൻ ഉണ്ട്, എല്ലാം ഉണ്ട്. അങ്ങനെ ഞാൻ അവിടെ പോകാൻ വേണ്ടിയുള്ള തിരക്കിനകത്ത് ഈ കല്യാണത്തിന് പോയി. കല്യാണം കഴിഞ്ഞ് കല്യാണത്തിന് ചോറുണ്ടോണ്ടിരിക്കുമ്പോൾ ഒരു പ്രായമുള്ള ഒരു അപ്പച്ചൻ എൻ്റെ അടുക്ക വന്നു. നിങ്ങൾക്കറിയാമല്ലോ, കാർണരാ.
അവിടുത്തെ കാർന്നോര നല്ല കപ്പട മീശയാണ്. അതിനിടയ്ക്കെല്ലാം ഈ മുറുക്കി തുപ്പിയൻ്റെ ഈ പറ്റൊക്കെ ഇരിപ്പുണ്ട്. അങ്ങനത്തെ അപ്പച്ചന്മാരില്ലേ, മുറുക്കാനെല്ലാം തെറിച്ചൊരപ്പച്ചൻ വന്ന് എൻ്റെ അടുക്ക ചോദിച്ചു, ഉപദേശിയുടെ വീട് എവിടാ? അപ്പം ഞാൻ പറഞ്ഞിങ്ങനെ തന്നില്ല, മെനാന്തോട്ടം ഹോസ്പിറ്റലിനടുത്താണ്. ആണോ? ഇത് തന്നെ ഇങ്ങനെ കുറച്ച് നേരം നോക്കിയിട്ട് പറഞ്ഞു. അവിടെ എനിക്കറിയാവുന്ന ഒരു അമ്മാമ്മയുണ്ടായിരുന്നു. അമ്മാമ്മയുടെ പേര് എലിക്കുട്ടി എന്നാ. മോനറിയാമോ? ഞാൻ അറിയാം, നല്ലപോലെ അറിയാം. ആരാ? എൻ്റെ അമ്മയാ. ആണോ? ഈ അപ്പച്ചൻ എനിക്ക് കുറേ ഉമ്മ വന്നു കേട്ടോ, നല്ല ഉമ്മ. നിങ്ങളാരും കൊടുക്കുന്ന ഉമ്മയല്ല, നല്ല ഒന്നാം തരം ആത്മാർത്ഥതയുടെ ഉമ്മ. ഓടിപ്പോയൊരു അമ്മച്ചിയെ വിളിച്ചുകൊണ്ട് വന്ന്, ഇത് നമ്മുടെ എലിക്കുട്ടി മാമ്മയുടെ മോനാ, അമ്മച്ചി ഉമ്മ വന്നു. അപ്പം ഞാൻ ചോദിച്ചു, എന്തിനാ, എങ്ങനെയാ? അപ്പം പറഞ്ഞു, അപ്പൻഡിസൈറ്റിസ് സെപ്റ്റിക്കായി പൊട്ടി ഈ ഹോസ്പിറ്റലിൽ കിടക്കുക, അർത്ഥപ്രാണ്ടായി ഇവർ കിടക്കുമ്പം അതുവഴി കാണാൻ ശുശ്രൂഷയ്ക്കായിട്ടൊക്കെ പോയ അമ്മ ഇത് കണ്ടിട്ട് പിന്നത്തെ അവർ ഡിസ്ചാർജ് ആകുന്ന വരെ എന്നും കഞ്ഞി രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ഫുഡ് കൊണ്ട് കൊടുക്കുവാൻ. ഒരു തോട് കയറി വേണം പോകാൻ. 3 നേരവും ഫുഡ് കൊണ്ട് കൊടുത്തു. അന്ന് ഞാൻ പോവുക, ഞാൻ ചെന്നാൽ എനിക്ക് 5 സ്റ്റാർ ഫെസിലിറ്റിയിലുള്ള ഹോട്ടൽ സൗകര്യങ്ങളെല്ലാം ഉണ്ട്. പെട്ടെന്ന് എന്നോട് ദൈവം പറഞ്ഞു, അമ്മ ചോറ് കൊടുത്തതിൻ്റെ അനുഗ്രഹമാണ്, അമ്മ ചോറ് കൊടുത്തതിൻ്റെ അനുഗ്രഹമാണ്. 13-ാം അധ്യായം, അതിഥി സൽക്കാരം എന്ത് ചെയ്യരുത്, മറക്കരുത്. അതിനാൽ ചിലർ അറിയാതെ ആരെ സൽക്കരിച്ചു? ദൈവദൂതന്മാരെ സൽക്കരിച്ചു. വീണ്ടും അടുത്ത വാക്യം, നിങ്ങളും തടവുകാരെന്ന പോലെ തടവുകാരെയും ശരീരത്തിൽ ഇരിക്കുന്നവരാകിയാൽ ആരെ ഓർക്കണം? കഷ്ടം അനുഭവിക്കുന്നവരെ. എന്താണ്? 2 തരത്തിലുള്ള തടവ. ഒന്ന് ജയിലിൽ കിടക്കുന്നവരെയൊക്കെ മനുഷ്യർക്ക് പുച്ഛമാണ്. പക്ഷെ പലപ്പോഴും ജയിലിൽ കിടക്കുന്നവരും ഈ ബിഷപ്പിൻ്റെയും ജീൻ വാൽജീൻ്റെയും കഥ വായിച്ചിട്ടുള്ളവരുണ്ടോ? പണ്ട് സ്കൂളിൽ പഠിച്ച, ഇപ്പോൾ അതിനകത്തുണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടോ? ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈപ്പൊക്കാമോ? ജീൻ വാൽജീൻ. എന്താ അയാളിങ്ങനെ പോകുമ്പം അനന്തരന്മാർക്ക് വിശന്നപ്പം റൊട്ടി മോഷ്ടിച്ചതാണ്. പിന്നെ ജയിലിൽ ചാടുന്നു, വീണ്ടും പിടിക്കപ്പെടുന്നു. ഒടുവിൽ ജയിലിൽ നിന്ന് ഇറങ്ങുമ്പം ബിഷപ്പിൻ്റെ വീട്ടിൽ വരുന്നു. അവിടുന്ന് ക്യാൻഡിൽ സ്റ്റിക്സ് മോഷ്ടിക്കുന്നു. എടുത്തുകൊണ്ട് പോയപ്പം പിടിച്ചപ്പം പോലീസുകാർ കൊണ്ടുവന്നപ്പം ബിഷപ്പ് പറയുന്നുണ്ട്, മോഷ്ടിച്ചതല്ല, ഞാനത് അവൻ എന്ത് ചെയ്തതാണ്, കൊടുത്തതാണ്. ജീൻവാൾജീൻ്റെ ചരിത്രമാണ്. സ്നേഹം കൊണ്ട് മാറിയതാണ്. തടവുകാർ പലരും തടവുകാരായത് സാഹചര്യങ്ങളാണ്. അച്ഛനെ എനിക്കറിയാവുന്നൊരു സംഭവം, അമ്മയ്ക്ക് മാനസിക പ്രയാസമാണ്. ഒരു മഴയത്ത് അമ്മ വീട്ടിൽ തനിച്ചുള്ളപ്പം അവിടെ വന്നും പ്രബലനായ ആരോഗ്യവാനായ സാമ്പത്തികമുള്ള ഒരു മദ്യപാനി അമ്മയെ പിടിക്കുന്ന കണ്ടുകൊണ്ട് വന്ന ചെറുപ്പക്കാരൻ കുഞ്ഞ് ഒരു തടിക്കഷ്ണം എടുത്ത് അവനെ അടിക്കുന്നു. അവൻ മരിച്ചു പോകുന്നു. പക്ഷേ സംഭവം കൊലപാതകമാകുമ്പോൾ പോലീസ് വന്നപ്പോൾ ആരാ കൊന്നെന്ന് ചോദിച്ചപ്പോൾ ഞാനാ കൊന്നെന്ന് പറഞ്ഞ് പ്രായമുള്ള അപ്പനേക്കുക. ജയിലിലോട്ട് കയറി പോലീസുകാരുടെ കൂടെ പോകുമ്പോൾ മകൻ്റെ ചെവിയിൽ ഒരു കാര്യം പറഞ്ഞു, അമ്മയും പെങ്ങന്മാരെയും നോക്കിക്കോണം. എല്ലാവരും സാഹചര്യത്തിൻ്റെ പുറത്തൊക്കെ എത്തപ്പെട്ട എത്രയോ പേര് അച്ഛനമ്മയെ കൊല്ലാൻ തുടങ്ങുമ്പോൾ ഒരിക്കലും കൊല്ലാൻ വേണ്ടി അടിച്ചതല്ല, സംഭവിച്ചു പോയി. എന്നാൽ എനിക്കും നിങ്ങൾക്കൊക്കെ ഇന്ന് ഇവിടെ ഇരിക്കാൻ ഒക്കുന്നത് ഒറ്റ കാര്യം കൊണ്ടാണ്. സുവിശേഷം നമ്മളെ മാറ്റിയില്ലായിരുന്നെങ്കിൽ ഇന്ന് എവിടെയൊക്കെയോ ജയിലുകളിൽ കിടക്കപ്പെടേണ്ട എത്രയോ പേർ. എൻ്റെ അപ്പം 107 പ്രതിയായിരുന്നു, ഞാൻ കേട്ടിട്ടുണ്ട്. എല്ലാ ദിവസവും പോലീസ് സ്റ്റേഷനിൽ പോകണമായിരുന്നു. പക്ഷേ ഒടുവിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, എന്നും രാവിലെ എഴുന്നേറ്റ് കസേര ഇരുന്നുകൊണ്ട് പറയും, അടിയൻ ഇവിടെ ഉണ്ട്, ഒപ്പ് തമ്പുരാൻ്റെ എടുക്കലൊരു ഒപ്പ്. പോലീസ് സ്റ്റേഷനിലുണ്ട് ഒപ്പ് ദൈവത്തിൻ്റെ മുമ്പിലാക്കി. കാരണം നമ്മളെ വ്യത്യാസപ്പെടുത്തിയത് ദൈവമാണ്. തടവുകാർ, അവരെ സ്നേഹിക്കാൻ കഴിയുന്ന ഏക ഗ്രൂപ്പ് കർത്താവിൻ്റെ ഗ്രൂപ്പാണ്, ഈ വിശ്വാസ സമൂഹമാണ്. അവർക്ക് ഇവരെയൊക്കെ ചേർത്ത് പിടിക്കാൻ കഴിയുള്ളൂ. മദ്രാസിലെ മോനെന്ന് പറയുന്ന കരിക്കമ്പില്ല കൊലക്കേസിലെ പ്രതിയായിരുന്ന സഹോദരൻ എനിക്ക് വളരെ അടുപ്പമുള്ളൊരു സ്നേഹിതനാണ്. അദ്ദേഹം ജയിലിൽ നിന്ന് നല്ല നടപ്പിന് വിട്ടയക്കുമ്പോൾ ചിങ്ങമനത്ത് വന്നു. സങ്കടമായിപ്പോയി അദ്ദേഹത്തിന്. കാരണം ഇടയിലില്ലാത്ത ആളുകളെപ്പോലെ താൻ രക്ഷിക്കപ്പെടുത്തിയ ജയിലിലെ സഭായോഗത്തിലെ വിശ്വാസികൾ അവിടെ കിടക്കുക, ഇനി അവരെ ആര് നോക്കും? അന്ന് രസകരമായൊരു സംഭവം ചിങ്ങമനം ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡിലുണ്ടായി. ജോസഫ് വല്ലാർപ്പാടം എന്ന് പറയുന്ന ദൈവദാസൻ പ്രതിയായിരുന്നു, രക്ഷിക്കപ്പെട്ടു. അദ്ദേഹം ജയിലിലേക്ക് പോവുക. പുള്ളി ജയിലിലേക്ക് പരോള് തീർന്ന് പോവുകയും റെനിസാൻ ഇറങ്ങി വരികയും ചെയ്യുന്നു. തമ്പി അപ്പച്ചൻ ഒരു കാര്യം ചെയ്തു,
ഇറങ്ങി വന്ന ഉപദേശിക്ക് പകരം ഈ ഉപദേശിയെ തലയെ കൈവച്ച് അനുഗ്രഹിച്ച് കയറ്റി വിട്ടു. ഒരു സമയത്ത് എത്രമാത്രം പേര് ജെയിൽസ് ഇവാഞ്ചലിസ്റ്റിലൂടെ രക്ഷിക്കപ്പെട്ടു. ഇന്നും കുറ്റവാളികളെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരു ക്രിസ്തുവിൻ്റെ സ്നേഹം. പാപത്തെ വെറുക്കുകയും, അതാണ് ക്രിസ്തുവിൻ്റെ അനന്യത. പാപത്തെ വെറുത്തു, ആരെ സ്നേഹിച്ചു? പാപിയെ. നമ്മൾ ആരും ഇന്ന് വരെ ആരെയും സ്നേഹിച്ചിട്ടില്ലെന്നുള്ള സ്വന്തം കെട്ടിയവനെ ആത്മാർത്ഥമായി സ്നേഹിച്ച ആരെങ്കിലും സൗകര്യമാരുണ്ടോ? ഇല്ല. അതുകൊണ്ട് ഇടയ്ക്കിടെ മനുഷ്യ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിങ്ങളുടെ സ്വഭാവം എനിക്ക് ഇടയായിട്ട് തീരെ പിടിക്കുന്നില്ല കേട്ടോ. ഒരുമാതിരി അപ്പം നമ്മളെല്ലാവരും സ്നേഹിച്ചത് അയാളെ അല്ല, പിന്നെ ആരെയാ? സ്വഭാവത്തെയാണ്. സ്വഭാവത്തെ സ്നേഹിക്കുകയാണ് നമ്മൾ. പക്ഷെ ക്രിസ്തു സ്നേഹിച്ചത് നമ്മളെയാണോ നമ്മുടെ സ്വഭാവത്തെയാണോ? പറഞ്ഞേ, നമ്മളെയാണോ നമ്മുടെ സ്വഭാവത്തെയാണോ? നമ്മുടെ സ്വഭാവത്തെ സ്നേഹിച്ചിരുന്നെങ്കിൽ എന്നെ ക്രിസ്തു ഇഷ്ടപ്പെട്ടേനെന്ന് ഉറപ്പുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കാം. ഉറക്കത്തിൽ കൈപൊക്കല്ലേ? എൻ്റെ സ്വഭാവത്തെ ആയിരുന്നു എന്നെ കർത്താവ് സ്നേഹിച്ചിരുന്നെങ്കിൽ എന്നെ സ്നേഹിക്കുമായിരുന്നു ഉറപ്പുള്ള ആരെങ്കിലും ഉണ്ടോ? കാരണം നമുക്ക് തന്നെ നമ്മളോട് പലപ്പോഴും എന്തോ ഇല്ല, ഇഷ്ടമില്ല. എനിക്ക് എൻ്റെ സ്വഭാവം തീരെ പിടിക്കാതിരിക്കുക, അപ്പോഴാണ് പിന്നെ മറ്റുള്ളവരെ പിടിക്കുക. കർത്താവ് കണ്ടോ നമ്മളെ സ്നേഹിച്ചു. തടവുക. ഇനി രണ്ടാമത്തെ ഒരു തടവുണ്ട്. എൻ്റെ പൊന്നെ, മനുഷ്യനിങ്ങനെ കിടന്ന് നമുക്ക് പോയ തടവിലാകും. നടന്നു പോകുന്ന വഴിക്ക് മഴക്കാലമാണ്, വീഴാതിരിക്കട്ടെ. എനിക്കറിയാവുന്ന എത്ര സംഭവം അറിയാം. തെന്നി അടിച്ച് ഒറ്റ വീഴ്ച, മൂടടിച്ച വീണേ. ആ മൂടടിച്ച് വീണ വീഴ്ചയിൽ അരയ്ക്ക് താപ്പോട്ട് തളർന്നു പോയതിനെ കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? 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 നമ്മളും പലവട്ടം വീണതാ, ഞാനും വീണതാ. ആദ്യം നോക്കിയത് എഴുന്നേക്കാമോന്നാ, രണ്ടാമത് നോക്കിയത് ആരെങ്കിലും കണ്ടോന്നാ. ആരെങ്കിലും കണ്ടില്ലെന്ന് കണ്ടപ്പോൾ തൂത്തുകൊണ്ട് പോയവരല്ലേ നമ്മൾ മിടുക്കന്മാർ. അന്ന് വീണായിരുന്നെങ്കിൽ കിടന്നു പോത്തില്ലായിരുന്നു. കിടക്കാതെ താങ്ങിയത് തമ്പുരാൻ്റെ കൃപയാണ്. അതുകൊണ്ട് എഴുന്നേറ്റ് നടക്കുന്നവരെല്ലാം ആരെ ഓർത്തോണം? കിടക്കുന്നവരെ ഓർക്കണം. ക്രിസ്തു സ്നേഹം അതാ പഠിപ്പിക്കുക. ക്രിസ്തു സ്നേഹം പഠിപ്പിക്കുന്ന എഴുന്നേറ്റ് നടക്കുന്നവർ ആരെ ഓർക്കണം? കിടക്കുന്നവരെ ഓർക്കണം. വല്ലപ്പോഴും ഈ കിടപ്പ് രോഗികളെ പോയി കാണണം. ഭയങ്കര രസമാണ്. അവർക്ക് ഭയങ്കര സന്തോഷമാണ്. ആരെങ്കിലുമൊക്കെ ചെല്ലുന്നത്, അവരോടൊന്ന് വർത്താനം പറഞ്ഞിട്ട് നേരം ഇരുന്നേ, എന്തൊരു സന്തോഷമാണെന്നറിയാമോ? കാരണം ഞാനും നിങ്ങളും എഴുന്നേറ്റ് നടക്കുന്നത് ഇവരെ കാണാൻ വേണ്ടിയാണ്. തടവുകാരെന്ന പോലെ തടവുകാരെ, എല്ലാവരും ചേർന്ന് പറഞ്ഞേ, തടവുകാരെന്ന പോലെ തടവുകാരെ. അടുത്തത്, ശരീരത്തിലിരിക്കുന്നവരാകയാൽ ആരെ ഓർക്കണം? കഷ്ടം അനുഭവിക്കുന്നവരെ. ഒന്നുകൂടെ പറഞ്ഞേ, ശരീരത്തിൽ ഇരിക്കുന്നവരാകയാൽ. ആരാ ഈ ശരീരത്തിൽ ഇരിക്കുക? എല്ലാ മനുഷ്യരും ഇവിടെ അവർക്കൊരു സോമയുണ്ട്, ഒരു ജഡമുണ്ട്, ഒരു ശരീരമുണ്ട്. ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പോൾ ഈ ശരീരം സ്കാൻ ചെയ്താൽ അതിനകത്ത് ക്യാൻസറിൻ്റെ അണു ഇല്ലെന്ന് ഉറപ്പുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കാമോ? ഒരു പെറ്റ് സ്കാൻ ചെയ്താൽ കംപ്ലീറ്റ്ലി പെർഫെക്റ്റ്ലി അബ്സല്യൂട്ട്ലി ഓക്കെയാ, നോ ക്യാൻസർ ഒന്ന് ഉറപ്പുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈപൊക്കാമോ? ഇല്ല. ഇപ്പോൾ ഒരു ആൻജിയോഗ്രാം ചെയ്താൽ ഹാർട്ടിനകത്ത് ഒരു ബ്ലോക്കും ഇല്ല. ഇന്നലെ ആൻജിയോഗ്രാം ചെയ്തവരല്ല, ഒരു ബ്ലോക്കും ഇല്ലെന്ന് ഉറപ്പുള്ള ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഇതിനകത്ത് നമുക്ക് പലർക്കും ബ്ലഡ് നോക്കാൻ പേടിയല്ലേ? എന്താ കാര്യം? വല്ല കുഴപ്പമുണ്ടെങ്കിൽ ഇല്ലാത്ത ടെൻഷൻ എല്ലാം ഉണ്ടാകും. എൻ്റെ പൊന്നു ഭാഷ, അതിലും ഭേദം എന്ത് ചെയ്യാതിരിക്കുക, അറിയാതിരിക്കുക. വെറും ഡയബറ്റിക് തന്നെ ഞാൻ. എന്നാലും എൻ്റെ ഭാര്യ ബ്ലഡ് നോക്കാൻ വരുമ്പോൾ എനിക്ക് പേടിയാണ്. ഇന്ന് വേണ്ട നാളെയാട്ടെ, ഇന്ന് വേണ്ട നാളെയാട്ടെ. എന്താ കാര്യം? നമ്മൾ ബ്ലഡ് നോക്കണേ പോലും തലേദിവസം ഒരു ചപ്പാത്തി കഴിച്ച് പ്രാർത്ഥിച്ച് രക്തം ജയം പറഞ്ഞ് നമുക്ക് പേടിയാണ്. ഇത് കൂടി നമ്മുടെ അസ്വസ്ഥന. അപ്പം നമ്മളൊന്ന് ശരീരത്തിൽ ഇരിക്കുക, ദൈവം ഇരുത്തിയിരിക്കുക. എന്തിനാ ഇരുത്തിയിരിക്കുന്നതാണ് അടുത്ത വാക്യം. ആരെ ഓർക്കണം? കഷ്ടം അനുഭവിക്കുന്നവരെ എന്ത് ചെയ്യണം? ഓർക്കണം. ഇരിക്കുന്നവരെല്ലാം പറഞ്ഞേ, കഷ്ടം അനുഭവിക്കുന്നവരെ ഓർക്കണം. പറഞ്ഞേ, എന്ത് ചെയ്യണം? കഷ്ടം അനുഭവിക്കും. കുഞ്ഞുങ്ങൾ ആരും നെകളിക്കല്ലേ, ആരോടും വഴക്കുണ്ടാക്കല്ലേ. സാധാരണ ഈ പിള്ളേർ സെറ്റൊക്കെ പറയുന്നൊരു വാക്കുണ്ട്, അങ്ങ് ചുമ്മാ അങ്ങ് പറയാം, കളിക്കരുത്. ഞാൻ ചാവട്ടി തൂത്തുണ്ടല്ലോ ഭിത്തിയെ തേച്ച് വെക്കും. ഞാൻ ചാവടി ഭിത്തിയിലൊട്ടി കിടക്കാണിക്കട ഭിത്തിയെ ഞാൻ നിന്നെ തേക്കൂടാന്നൊക്കെ പറഞ്ഞ് ഈ ഭിത്തി ഒട്ടിക്കുക എന്നുള്ളതിൻ്റെ അർത്ഥം എനിക്ക് ഈ അടുത്തിടയ്ക്കാണ് പിടികിട്ടി. എന്ന് പറഞ്ഞാൽ എന്തുവാ? നിന്നെ ഞാൻ ഫോട്ടോയാക്കി ആദരാജ്ഞലികൾ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി ഒട്ടിച്ച് വെക്കുന്ന ഞങ്ങളുടെ ഒരു ഉപദേശിയുടെ വീട്ടിൽ ഒരുത്തൻ കയറി ചെന്ന് പറഞ്ഞു,
ശനിയാഴ്ച എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ നാട് വിട്ടോണം, പിന്നെ ഇവിടെ കണ്ടേക്കരുത്. ചാവട്ടീനെയും പിറ്റേത്തേക്കെന്ന് പറഞ്ഞു. ഉപദേശി പാവം കരഞ്ഞ് വിളിച്ചിരിക്കുക. ആ പോക്ക് പോയി. ബുള്ളറ്റും എടുത്തുകൊണ്ട് വലിയ അധികായന മിടുക്കന ഗുണ്ടയാ പോയതാ. MC റോഡില്ല, വണ്ടി ഇടിച്ചു. ശനിയാഴ്ച ഭിത്തിയെ ഇരിപ്പുണ്ട്. കുറച്ചാക്കുമ്പോണ്ടായ സംഭവം. ശനിയാഴ്ച ഭിത്തിയെ ഇരിപ്പുണ്ട്. ഞാൻ പഠിച്ചൊരു സത്യം, ഒറ്റ മനുഷ്യൻ്റെ നേരെ വിരളി ചൂണ്ടിയേക്കരുത്. ഒറ്റ മനുഷ്യൻ്റെ നേരെ വിരളി ചൂണ്ടിയേക്കരുത്. എന്താ കാര്യം? നമ്മൾ ആരാ? നമ്മുടെ ചിന്ത. ഇന്നലെ മിന്നിയ ഉന്നത ശ്രേഷ്ഠന്മാർ അന്യരാണ് ഇന്നീ മണ്ണി മറക്കരുതേ. ശരീരത്തിലായിരിക്കുന്നേ. ആരെ ഓർത്തോണം? കഷ്ടം അനുഭവിക്കുന്നവരെ ഓർക്കണം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഒരു ശകലം പോലും അഹങ്കരിക്കരുത്. എന്നെ അറിയാമോ എന്നൊന്നും ആരോടും ചോദിക്കല്ലേ. പിള്ളേരൊക്കെ ഞാൻ ആരാന്ന് നിനക്കറിയാമോ? ഞാൻ ആരാന്ന് നിനക്ക് അറിയാം. ഞാൻ അങ്ങനെ ചോദ്യം ചോദിച്ച പിള്ളേരോട് തിരിച്ചൊരു ചോദ്യം ചോദിച്ചു, നീ ആരാ? അല്ല, എനിക്കറിയാൻ പറ്റുമെങ്കിൽ നീ ആരാ? എന്നോടാ ചോദ്യം ചോദിച്ചാൽ നീ ആരാന്ന് ചോദിച്ചാൽ ഞാൻ ആരാന്ന് നിനക്കറിയാം. അല്ല, നീ ആരാ? ഞാൻ പറയും ഞാൻ പ്രിൻസാ. അടുത്ത ചോദ്യം ചോദിക്കുന്ന ആളെ ചോദിച്ചെന്ന് വെക്കുക, എൻ്റെ പേര് ഞാൻ ചോദിച്ചില്ല, നീ ആരാ? ഞാൻ തുണ്ടത്തരിയാ, വീട്ടുപേരാ. നിൻ്റെ വീട്ടുപേര് ഞാൻ ചോദിച്ചില്ല, നീ ആരെടാ? ഞാനോ ഞാൻ പാസ്റ്ററാ. നിൻ്റെ തൊഴിൽ ഞാൻ ചോദിച്ചില്ല, നീ ആരാ? ഞാനോ ഞാൻ കുഞ്ഞുവൻ്റെ മോനാ. നിൻ്റെ അപ്പൻ്റെ പേര് ഞാൻ ചോദിച്ചില്ല, നീ ആരെടാ? അല്ല, ഇത്രയും ചോദിച്ചാൽ എനിക്കും അറിയാൻ വേണ്ടി ചോദിക്കുക, അല്ല നീ ആരാ? നിൻ്റെ പേര് ഞാൻ ചോദിച്ചില്ല, നിൻ്റെ കെട്ടിയവൻ്റെ പേര് ഞാൻ ചോദിച്ചില്ല, നിൻ്റെ അപ്പൻ്റെ പേര് ഞാൻ ചോദിച്ചില്ല, നീ ആരാ? അപ്പോൾ അവസാനം പറയും, ഞാൻ വെറും ഒരു മനുഷ്യൻ. സമ്മതിച്ചേ? ഞാൻ ആരാ? വെറും ഒരു മനുഷ്യനാണോ? ഓർത്തോണം. എവിടാ ഇരിക്കുന്നേ? ശരീരത്തെ. എനിക്ക് ഇതൊക്കെ സങ്കടമുള്ള കാര്യമാണ്. മനസ്സിലാക്കാനൊക്കെ മനുഷ്യനെ ഇച്ചിരി എന്ത് കഴിവായിരുന്നു. ചെറുപ്പക്കാരൻ 40 വയസ്സുള്ളൂ. നിങ്ങൾ കേട്ട് കാണും. നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നൊരു സഹോദരനാ, ശാന്തഗംഭീരനായൊരു മനുഷ്യൻ. ആശാരിപ്പണി ചെയ്യും, പാട്ട് പാടും, പരസ്യവും നടത്തും, എല്ലാം ചെയ്യുന്ന സുഹൃത്ത് കുത്തിറക്കം വന്നപ്പം മിടുക്കനാ. ബൈക്കിൽ ഗിയർ ഇട്ടെന്ന് ഇറങ്ങിയതാ. ബൈക്ക് സ്റ്റാർട്ടാ വന്നപ്പോൾ ബ്രേക്ക് കിട്ടിയില്ല. നേരെ പോയി തലയിടിച്ചു, മരിച്ചുപോയി. 40 വയസ്സ്. പങ്കെടുത്തൂരി ഇതിനകത്തിരിപ്പുണ്ട്. ഇവിടെ ഇഷ്ടമുള്ളൊരു പാട്ടായിരുന്നു, ചുവക്കുടുംബയിലേറിയിടുമ്പോൾ. കൂട്ടുകാരെല്ലാം ആ പാട്ട് നിരന്നെന്നും പാടി. അക്തിത്തൂണ ആ പാട്ട്. നമ്മൾ ആരാ? ഓർത്തോണേ. എവിടെ ഇരിക്കുന്നേ? ശരീരത്തില. അടുത്ത വാക്ക്, വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലവുമായിരിക്കട്ടെ. എന്നാൽ ദൈവം ദുർനടപ്പുകാരെയും വ്യഭിചാരികളെ എന്തു ചെയ്യും? ന്യായം വിധിക്കും. വിവാഹം എല്ലാവർക്കും മാന്യമായിരിക്കും. ദുർനടപ്പും വ്യഭിചാരവും രണ്ട് വാക്കാണ് കേട്ടോ. വ്യഭിചാരം ഇന്നില്ല, അങ്ങനെ വാക്ക് നിയമത്തിലില്ല. കൺസെൻറ്റ് ഓർ വിത്തൗട്ട് കൺസെൻറ്റ് ഫോഴ്സ്ഫുള്ളാണോ എന്ന് മാത്രമേ ഗവൺമെൻറ്റിന് അറിഞ്ഞാൽ മതി. വേറെ ഒന്നും വ്യഭിചാരം എന്ന് പറയുന്ന വാക്ക് ഇന്ന് നിയമത്തിലില്ല. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനായ ഒരാൾ ഈ അടുത്തിടയ്ക്ക് എന്നോട് പറയുക, അദ്ദേഹം ഞങ്ങളുടെ നാട്ടിൽ കൂടെ പോകുമ്പോൾ രാത്രി 2 മണിക്ക് ഒരു സഹോദരി നിൽക്കുക. അദ്ദേഹം അവരോട് ചോദിച്ചു, നിങ്ങളാരാ? എന്താ സഹോദരി ഇവിടെ നിൽക്കുന്നേ? ഞാനോ? സാറിന് എന്നെ അറിയത്തില്ലേ? ഇല്ല. ഞാനിവിടുത്തെ സെക്സ് വർക്കറല്ലേ, എന്തെങ്കിലും അറിയാനുണ്ടോ? ഇല്ല. അങ്ങേര് പോയി എന്ത് ചെയ്യാൻ നോക്കും? അപ്പോൾ ഞാൻ രാത്രി ഇങ്ങനെ പ്രയർ ട്രിപ്പാണ്, ഞങ്ങളുടെ പ്രയർ ടീം രാത്രി പ്രാർത്ഥിക്കാൻ ഇറങ്ങിയതാണ്. ഞാനും എൻ്റെ 2-3 സഹോദരന്മാരുമുണ്ട്. രാത്രി 2 മണി വെളുപ്പിനെയാണ് ഏകദേശം. പാലത്തിൻ്റെ അടുത്തോട്ട് ഒരു സഹോദരി നടന്നു വരുന്നു. എൻ്റെ ഉള്ളു കാളി, ദൈവമേ ഇവരെവിടെ പോവായിരിക്കും? പാലത്തിൽ നിർത്തി ആടാൻ പോവാണ്. ആ ഇടയ്ക്ക് ആരാണ്ടെല്ലാം ചാടി. ഞാൻ പതുക്കെ വണ്ടി നിർത്തിയിട്ട് ചോദിച്ചു, സഹോദരി എന്തെങ്കിലും ആവശ്യമുണ്ടോ? നിങ്ങളിവിടെ പോവാ? ഒന്നുമില്ല, ഒരാവശ്യമില്ല. എന്നിട്ട് എനിക്കൊരു പേടി. ഞാൻ പോയി പോലീസിനെ അറിയിച്ചു, ഒരു സഹോദരി പാലത്തിലോട്ട് വരുന്നു, ചാടാനായിരിക്കും. പോലീസ് വന്നു, എല്ലാവരും നിന്നു. ഞാനും അടുത്ത് നിന്നു. ചോദിച്ചു, നിങ്ങളിവിടെ പോവാ? എനിക്കിഷ്ടമുള്ളിടത്ത് പോവാ. നിനക്കെന്നാ? ഇതുവഴി നടക്കരുതെന്ന് ഇന്ത്യൻ നിയമത്തിൽ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? ഉണ്ടാക്കി കാണിക്കടോ. ഞാൻ തനിക്ക് എന്തെങ്കിലും ശല്യം ഉണ്ടാക്കിയോ? ഞാനൊരു സൈഡ് പിടിച്ച് നടക്കുകയല്ലേ, ചോദ്യം ചെയ്യാൻ മാറടോ. പോലീസ് പറഞ്ഞു, ഉപദേശി പൊക്കൂ, നിൽക്കരുത് പാസ്റ്ററെ, പൊക്കൂ. നിയമമില്ല.
ഫോഴ്സ്ഫുള്ളാണെന്നേ ചോദിക്കത്തുള്ളൂ, ഒന്നും ചെയ്യാനില്ല. പണ്ടൊക്കെ കെട്ടിയോളന്മാരുള്ളവർ ആണുങ്ങൾ വേറെ കൊണ്ടുപോയി അവിടെ ചെന്ന് അവളെ അടിച്ച് എൻ്റെ കെട്ടിയനെ കൊണ്ട് ഏടിയും ചോദിച്ചുകൊണ്ട് ഇടിച്ച് തൊടാനൊക്കത്തില്ല. ഇപ്പം മിണ്ടത്തില്ല. എന്നാ കാര്യം? കേസില്ല. ഫോഴ്സ്ഫുള്ളാണെന്നേ ചോദിക്കത്തുള്ളൂ. പക്ഷേ ഇവിടെ 2 വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു, ദുർനടപ്പും വ്യഭിചാരവും. രണ്ടാണ്. വിവാഹത്തിന് മുമ്പുള്ള ബന്ധമാണ് ദുർനടപ്പ്, വിവാഹത്തിന് പുറത്തുള്ള ബന്ധമാണ് വ്യഭിചാരം. രണ്ടിനെയും വിധിക്കുന്ന ആര് വരും? ദിവസം വരും. മക്കളായ മക്കളെല്ലാം കേട്ടോണേ, ക്രിസ്തു രാജാവായി വരും. മരിച്ചവൻ ആബാലവൃദ്ധം ഉയർത്തെഴുന്നേറ്റും. കർത്താവിൻ്റെ വരവെങ്കിൽ വെടപ്പെട്ട് പോയ മുതൽ സകല എണ്ണത്തിനെയും കൊണ്ട് എവിടെ നിർത്തും? സിംഹാസനത്തിൻ്റെ മുമ്പിൽ നിൽക്കും. അന്നാണ് ലോകം കാണുന്ന ചമ്മലുണ്ടാകാൻ പോകുന്നത്. അമ്മാമ്മയുടെ മുമ്പിൽ വെച്ച് അച്ചായൻ്റെ സകല കള്ളത്തരം സിനിമയിൽ വരും. മനുഷ്യ, കള്ള, നീച, ഇങ്ങനെ കൂടെ ആയിരുന്നു ഞാൻ താമസിച്ചത്, വൃത്തികെട്ടവനെ എല്ലാവരും വിളിക്കും. ഇതെല്ലാം കാണും. അന്ന് സകല രഹസ്യങ്ങളും വെളിപ്പെട്ട് വരും. കണ്ടോ എൻ്റെ പൊന്നു പ്രിയനെ, തുറന്നെടുപ്പുകാരെയും വ്യഭിചാരികളെയും ദൈവം എന്തു ചെയ്യും? ന്യായം വിധിക്കും. മറക്കരുത്, ന്യായം വിധിക്കും. അടുത്ത്, നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹം ഇല്ലാത്തതായിരിക്കട്ടെ. ഉള്ളത് കൊണ്ട് എന്തു ചെയ്യണം? തൃപ്തിപ്പെടണം. പിള്ളേരെല്ലാം പറഞ്ഞേ, ഉള്ളതിൽ എന്തു ചെയ്യണം? ഉള്ളൊക്കെ പറ. ഉള്ളതിൽ എന്തു ചെയ്യണം? തൃപ്തിപ്പെടണം. ഇച്ചിരി മാർക്ക് കുറവാണെന്നും പറഞ്ഞുകൊണ്ട് തൂങ്ങിച്ചാകാനൊന്നും പോവല്ലേ. ഒരു പരാജയവും പരാജയമല്ല. ഞാൻ ഈ അടുത്തിടയ്ക്ക് +2 മാർക്ക് പോയൊരു കൊച്ചങ്ങ് മരിക്കാൻ തുടങ്ങും, ഡിപ്രഷൻ ഉണ്ടാകുന്നു, അതുണ്ടാകും. എൻ്റെ പൊന്നു മോളെ, പേടിക്കരുത്. ഒരു കഥ ഞാൻ അവൾക്ക് പറഞ്ഞു കൊടുത്തു, നടന്ന കാര്യമാണ്. പണ്ടായിരുന്നു മിടുക്കിയ അവൾ, പ്രീ ഡിഗ്രിക്ക് ഡിസ്റ്റിങ്ഷൻ. എന്നിട്ട് മെഡിക്കൽ എൻട്രൻസ് എഴുതി, എൻട്രൻസ് കിട്ടി. പിന്നെ MBBS കഴിഞ്ഞു, MS എടുത്ത് പുറത്ത് പോയി വിത്തിരി സർട്ടിഫിക്കറ്റും അതും ഇതുമെല്ലാം എടുത്ത്. വയസ്സ് 40 ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ല. അവിടെ കൂടെ പഠിച്ചവൾ +2 അന്ന് പ്രീ ഡിഗ്രിയാണ്, തോറ്റുപോയി. ഇംഗ്ലീഷ് കിട്ടിയില്ല, സബ്ജക്റ്റ് പോയി. പിന്നെ ഏതാണ്ടൊക്കെ പഠിച്ചു കുറച്ച് നാൾ. 18 ആകാൻ വേണ്ടി 18 ആയപ്പോഴേ അമ്മ പ്രാർത്ഥിച്ചു, എങ്ങനെയെങ്കിലും എന്ത് ചെയ്യണം? കെട്ടിച്ച് വിടണം. അവളെ കെട്ടിച്ച് വിട്ടു. ഇപ്പം പിള്ളേർ 4-5 സുഹൃത്ത് സംഗമം, പഴയ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ ഇവളും വന്നു, അവളും വന്നു. ഡോക്ടറാണ്, ഇവളും വന്നു. അന്ന് പ്രീ ഡിഗ്രിക്ക് തോറ്റുപോയതാണ്. അവിടെ കൂടെ 5-6 പിള്ളേരുണ്ട്. ഇതെല്ലാം ആരുടേതാ? അവൾ പറഞ്ഞു, എൻ്റേതാ. ഇതാരാ? മൂത്താണ്. മൂത്തത് ഇപ്പം എന്തോ ചെയ്യുക? അവളിപ്പം എൻട്രൻസ് നീറ്റ് പാസ്സായിട്ട് ഇപ്പം മെഡിസിന് ജോയിൻ ചെയ്തു. മറ്റവൾ ഇപ്പം പല ബ്രില്യൻസിൽ നീറ്റിന് കോച്ചിങ്ങിന് വിട്ടേക്കുക. അവൻ എൻജിനീയറിംഗ് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തില്ല, +2 മിടുക്കനാ. അങ്ങനെ 3-4 നിൽക്കുക. സത്യത്തിൽ ജീവിതത്തിൽ ജയിച്ച ആരാ? പ്രീ ഡിഗ്രി തോറ്റതാണോ ഡോക്ടറായതാണോ? പറഞ്ഞോ, പേടിക്കണ്ട. തോറ്റതാ. 5-6 നിൽക്കുന്നേ. മറ്റേത് ഇനിയും ചത്തുപോകും കുറച്ച് കഴിയുമ്പോൾ. ഒരു തലമുറ പോലും കാണുമോ? ഇല്ല. ആരാ ജീവിതത്തിൽ ജയിച്ചേ? തോറ്റത്. 3-4 പ്രസവിച്ച് തോറ്റതൊക്കെ ഇരിക്കുകയല്ലേ. അന്ന് വല്ല ജയിച്ച് പിടിക്കുകയായിരുന്നെങ്കിൽ ഇങ്ങനെ വല്ല ഇരിക്കുകയോ? അപ്പോൾ ഓർത്തോണേ, ഒറ്റ കാര്യം ഓർത്താൽ മതി, ജീവിതത്തിൽ തോക്കരുത് കേട്ടോ. നിങ്ങളുടെ നടപ്പ് എന്തായിരിക്കട്ടെ? തൃപ്തിയുള്ളതായിരിക്കണം. എല്ലാറ്റിനും എപ്പോഴും ദൈവത്തിന് എന്ത് ചെയ്യണം? സ്തോത്രം ചെയ്യണം. വേണ്ടേ? നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹം ഇല്ലാത്തതായിരിക്കട്ടെ. ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യണം? തൃപ്തിപ്പെടണം. അടുത്തത്, ആകെ കർത്താവ് എനിക്ക്, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന് അവൻ തന്നെ എന്ത് ചെയ്തിരിക്കുന്നു? അരുളിച്ചേരിക്കുന്നു. 13-ാം അധ്യായം. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ഇലക്ഷൻ്റെ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. എന്നാലും പറയട്ടെ, എളിയവൻ എല്ലാ ആദരവോടുമാണ് പറയുന്നത്. വ്യക്തിപരമായ രാഷ്ട്രീയ ബോധ്യങ്ങൾ അല്ല എൻ്റെ വിഷയം. ഞാൻ രാഷ്ട്രീയക്കാരനല്ല, ഞാൻ സുവിശേഷ പ്രഭാഷകനാണ്. എന്നാലും പലരുടെയും ഉറപ്പുകൾ കണ്ടു. അതിനകത്ത് ഏറ്റവും കൂടുതൽ ഉറപ്പ് കൊടുത്ത ഒരു ഉറപ്പെന്ന് പറഞ്ഞ ഉറപ്പുമായിട്ട് വന്നത് NDAയുടെ പരസ്യമാണ്. ആരുടെ ഉറപ്പാണ്? മോദിജിയുടെ ഉറപ്പ്. മോദിജിയുടെ ഉറപ്പ് യൂട്യൂബിലൊക്കെ ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ കിട്ടും. എന്തൊക്കെയായിരുന്നു ഉറപ്പ്? എല്ലാ ആദരവോടും നല്ല കാര്യങ്ങളാണ്. കുറച്ച് പേർക്ക് റേഷൻ കൊടുക്കും, അത് കൊടുക്കും, തൊഴിൽ കൊടുക്കും. 1 2 3 4 5 ലിസ്റ്റിട്ട് കുറേ ഉറപ്പുണ്ട്. ആയിക്കോട്ടെ, എല്ലാ ഉറപ്പും സ്വീകരിക്കുന്നു. അടുത്ത 5 വർഷം ഭരണം കിട്ടിയാൽ മോദിജി ഇതെല്ലാം ചെയ്തു തരും. ഉറപ്പ് പാലിക്കട്ടെ, കിട്ടട്ടെ. എന്തു ആകട്ടെ, രാഷ്ട്രീയം എൻ്റെ വിഷയമല്ല. എന്നാലും എനിക്ക് എല്ലാ ആദരവോടും മോദിജിയോട് ഒരു ചോദ്യം ചെയ്യിക്കാനുണ്ട്. ഇങ്ങനൊരു ഉറപ്പ് പറയാൻ മോദിജിക്ക് ഒക്കുമോ? ഞാൻ നിന്നെ കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ല. 5 വർഷത്തേക്കിന് ഞാൻ ഇന്നതെല്ലാം ചെയ്യും. പക്ഷേ എൻ്റെ ക്രിസ്തു പറഞ്ഞത് 5 വർഷത്തെ ഉറപ്പല്ല, ഞാനോ ലോകാവസാനത്തോളം. അതാ ക്രിസ്തുവിൻ്റെ അനന്യത. ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും കൂടെ ഇരിക്കുന്ന ഉറപ്പ് പറഞ്ഞ ക്രിസ്തു.
രാത്രി സ്തുതിച്ചേ. ഉറപ്പാ? ആ ഉറപ്പ് ചെറിയ ഉറപ്പാണോ? അല്ല. എന്തുകൊണ്ടാണ് അങ്ങേക്ക് ഈ ഉറപ്പ് പറയാൻ ഒക്കുന്നത്? അവിടെയാണ് ക്രിസ്തുവിൻ്റെ വ്യത്യസ്തത, ക്രിസ്തുവിൻ്റെ അനന്യത നമ്മൾ കാണുന്നത്. ഈ മനുഷ്യരായ മനുഷ്യർക്കെല്ലാം ഒറ്റയ്ക്കിരിക്കാൻ പാടാ. ഒരിക്കൽ ആദ്യ മനുഷ്യൻ പറയുക, അവനിങ്ങനെ പൂർണ്ണ മനുഷ്യനായി ദൈവം സൃഷ്ടിച്ച മനുഷ്യനെ ദൈവം കണ്ട, പിതാവാൻ ദൈവം കണ്ട ഒരു തിന്മയുണ്ട്. അവൻ ഒറ്റയ്ക്കിരിക്കുന്ന എന്തെല്ലെന്ന് കണ്ടു? നല്ലെന്ന് കണ്ടു. അപ്പോൾ അവന് ഒരു ഉറക്കം കൊടുത്തു. അവൻ്റെ അസ്ഥിയിൽ നിന്ന് ഒരു പെൺകുട്ടിയെ എടുത്തു വിലാപ്പുറത്തു നിന്ന്. പക്ഷേ അവന് ദൈവം ഒറ്റയ്ക്കിരിക്കുന്നത് നന്നല്ലെന്ന് കാണുകയാണ്. അന്നവൻ പാടി, ഇവളെൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും മാംസത്തിൽ നിന്ന് മാംസമാണ്. അവരൊന്നിച്ച് കൂട്ടായിട്ട് പോവുക. മനുഷ്യന് കൂട്ട് വേണം, ഒറ്റയ്ക്കിരിക്കാനൊക്കെ ഇല്ല. പക്ഷേ കാലം മുമ്പോട്ട് പോയപ്പോൾ അവർ പാപം ചെയ്ത് കഴിഞ്ഞപ്പം വീണ്ടും അവർ പരസ്പരം കുറ്റപ്പെടുത്താൻ തുടങ്ങി. എന്നാൽ അതിനു മുമ്പ് ഈ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും മാംസത്തിൽ നിന്ന് മാംസമായ ആ പെൺകുട്ടിയെ കാണുമ്പോൾ ആദ്യ മനുഷ്യനെ നോക്കി ദൈവം പറയുന്ന ഒരു വാക്കുണ്ട്, ദേർഷാൽ. അത് നിമിത്തം മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായിത്തീരും. പൗലോസ് അപ്പോസ്തലൻ അത് എടുത്തു പറയുന്നു. ഈ മർമ്മം വലുത്. ഞാൻ ക്രിസ്തുവിനെയും സഭയെ ഉദ്ദേശിച്ച പറയുക. പ്രിയരെ ശ്രദ്ധിക്കണേ, മനുഷ്യൻ അപ്പനെയും അമ്മയും വിടും. അപ്പനെയും അമ്മയും. ഏതെങ്കിലും ആദത്തോട് അത് പറയുമ്പോൾ അപ്പനുണ്ടെന്ന് നമുക്ക് പറയാം, പിതാവാ ദൈവമാണ്. പക്ഷെ അവിടെ അമ്മയുണ്ടോ? അമ്മയുണ്ടോ പറ. അമ്മയുടെ ഒരു സാന്നിധ്യം അവിടെ ഉണ്ടോ? ഇല്ല. പിന്നെന്തിനാ അങ്ങനെ പറഞ്ഞേ? മനുഷ്യൻ അപ്പനെ അമ്മയും വിടും, ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. പിന്നെ കാലം മുമ്പോട്ട് പോയപ്പം അവരൊറ്റപ്പെടുകയാണ്. അവർക്കുണ്ടായ കുഞ്ഞിൽ ഒരുത്തനെ കായിൻ സഹോദരൻ കൊല്ലുകയാണ്, ആബേലിനെ കൊല്ലുകയാണ്. ആബേലിനെ കൊല്ലുമ്പം ചിലപ്പോൾ ആബേൽ കയ്യും കൂപ്പി അപേക്ഷിച്ച് കാണും. ഉപേക്ഷണത്തിൻ്റെ തീവ്രതയാണ്, സ്വന്തം കൂടപ്പുറപ്പിക്കുന്ന ഉപേക്ഷണം. അനിയൻ പറഞ്ഞു കാണും, എനിക്ക് ഞാൻ എവിടെങ്കിലും ചേട്ടൻ്റെ കണ്ണുവെട്ടത്തു നിന്ന് ഓടിപ്പോക്കോളാം, കൊല്ലരുത്. സഹിച്ചില്ല. കൂടപ്പുറപ്പ് തന്നെ കൂടപ്പുറപ്പിനെ കൊന്നു. മനുഷ്യൻ ഒറ്റപ്പെട്ടു. ഇവരുടെ എല്ലാം പരിഹാരം ക്രിസ്തുവായിരുന്നു. ക്രിസ്തു ജഡാവതാരം എടുത്ത ക്രിസ്തു അമ്മയുടെ വയറ്റിൽ ഉരുവായപ്പോൾ അപ്പം തീരുമാനിച്ചു, ആരെ ഉപേക്ഷിക്കണം? അമ്മയെ ഉപേക്ഷിക്കണം. ജോസഫ് ഗൂഢമായി തീരുമാനിച്ചു ഭാര്യയെ ഉപേക്ഷിക്കാൻ. അമ്മയെ അപ്പൻ ഉപേക്ഷിക്കണമെന്ന് തീരുമാനിച്ചാൽ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് അതിൻ്റെ വേദന അറിയുമോ ഇല്ലയോ? അറിയും. അമ്മയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് അമ്മ അനുഭവിക്കുന്നു. അമ്മ ചിരിച്ചാൽ കുഞ്ഞ് ചിരിക്കുമോ? അമ്മ കരഞ്ഞാൽ കുഞ്ഞ് കരയോ? അമ്മ പേടിച്ചാൽ കുഞ്ഞ് പേടിക്കും. അങ്ങനെയെങ്കിൽ സ്വന്തം വയറ്റിൽ, അമ്മയുടെ വയറ്റിൽ കിടക്കുമ്പോൾ 100% മനുഷ്യനായ ക്രിസ്തു ഒരു ഉപേക്ഷണം അനുഭവിച്ചു. അപ്പം പറയുന്നു, ഉപേക്ഷിച്ചേക്കാം. ജനിച്ചപ്പോൾ ഒരു സൗകര്യമില്ലാത്ത ഒരു അനുഭവമാണ്. സത്രത്തിൽ സ്ഥലമില്ലായകയാൽ, വഴിയമ്പലത്തിൽ സ്ഥലമില്ലായകയാൽ എവിടെ കിടത്തി? പശുത്തൊട്ടി കിടത്തി. ഉടനെ ഒരു രാജാവ് പറയുന്നു, കൊന്നേക്കാൻ, കൊച്ചുങ്ങളെ കൊല്ലണം. എടുത്തുകൊണ്ട് ഓടി. അഭയാർത്ഥിയാ. ഹി വാസ് എ റെഫ്യൂജി. ഇത് നമുക്കറിയാം. സിറിയൻ അഭയാർത്ഥികൾ ലോകമെമ്പാടും അഭയാർത്ഥി പ്രവാഹമാണ്. ലോകത്തിലെ ആദ്യ അഭയാർത്ഥികളിൽ ഒരാളായിരുന്നു ആര്? ക്രിസ്തു. ഹി വാസ് എ റെഫ്യൂജി, അഭയാർത്ഥിയാണ്. അത് കഴിഞ്ഞ് 30 വയസ്സ് വരെ മാതാപിതാ കീഴ്പ്പെട്ട് ജീവിച്ചു. 30ാമത്തെ വയസ്സിൽ സ്നാനമേറ്റി ശിഷ്യരെ എടുത്തു. എന്തിനാണ് ശിഷ്യരെ എടുത്തേ? കൂടെ ഇരിക്കാനും പ്രസംഗിക്കേണ്ട. ഫസ്റ്റ് പർപ്പസ് പ്രസംഗമല്ല, ഫസ്റ്റ് പർപ്പസ് കൂടെ ഇരിക്കാനാണ്. കൂടെ ഇരിക്കാൻ കൂട്ട് വേണം. മനുഷ്യനാ കൂടെ ഇരിക്കാൻ വേണ്ടി 12 വരെ എടുത്തു. പക്ഷേ ശ്രദ്ധിച്ചേ, ക്രൂശ് അങ്ങ് ദൂരെ ഇരുന്നപ്പോൾ ഇവരെല്ലാം ചുറ്റുമുണ്ട്. ഒരാൾ നെഞ്ചി ചാരിയൊക്കെ ഇരിപ്പുണ്ട്. പക്ഷെ ക്രൂശിങ് അടുത്ത് വരുംതോറും പതുക്കെ മാറാൻ തുടങ്ങി. അതിലേറ്റവും സ്നേഹിച്ചിരുന്ന ഒരാൾ പറയുക, ഞാനിവനെ അറിയത്തില്ലെന്ന് 3 വട്ടം പ്രാഗി ആണയിട്ടു. ആരാ? പത്രോസാ. 3 വട്ടം പറഞ്ഞു, ഞാനിവനെ അറിയുന്നില്ല. കുരിശുമെടുത്തുകൊണ്ട് ഗാൽഗുത്തായിലേക്ക് പോകുകയാണ്. പ്രിയമുള്ളവരെ, അതിൻ്റെ ഗതസമണ രാത്രിയിൽ പിതാവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീക്കണമെന്ന് പറയുമ്പോൾ പിതാവ് തൻ്റെ ദൂതനെ അയച്ചു. പക്ഷെ കാൽവരി കുരിശ് നടന്നൊരു കാര്യമുണ്ട്. അമ്മയെ നോക്കിയിട്ട് യോഹന്നാനോട് പറഞ്ഞു, യോഹന്നാനെ, ഇതാ നിൻ്റെ അമ്മ. ആരെ ഏൽപ്പിച്ചു? അമ്മയെ യോഹന്നാനെ ഏൽപ്പിച്ചു. പുരുഷൻ ആരെ വിടും? അപ്പനെയും അമ്മയും വിടും. പൂർണ്ണ പുരുഷത്വത്തിൻ്റെ രൂപം, പൂർണ്ണ പുരുഷൻ. എൻ്റെ പ്രിയൻ, വെണ്മയും ചുവപ്പും ഉള്ളവൻ, 10,000 അതിശ്രേഷ്ഠൻ. ക്രിസ്തു കണ്ടോ? തൻ്റെ അമ്മയെ യോഹന്നാനെ ഏൽപ്പിച്ചു.
അത് കഴിഞ്ഞ് ഒരു നിലവിളിയുണ്ട്, എലോഹി എലോഹി ലമ്മ ശബക്താനി, എൻ്റെ ദൈവമേ അങ്ങ് എന്നെ കൈവിട്ട്. എന്ത്? പിതാവ് കൈവിട്ടു. ഒരു പ്രോഫസി ഉൽപ്പത്തി പുസ്തകത്തിൽ കിടപ്പുണ്ട്, പുരുഷൻ ആരെ വിടും? അപ്പനെയും അമ്മയും വിടും. ഇത് ക്രിസ്തുവിലേക്കുള്ളൊരു പ്രോഫസിയായിരുന്നു. അപ്പോൾ കർത്താവ് എന്ത് ചെയ്തു? സ്വന്തം തോളിൽ തലയായിച്ചു. ഈ ക്രിസ്തു ശാസ്ത്രത്തിൻ്റെ, സഭാശാസ്ത്രത്തിൻ്റെ പ്രത്യേകത, സഭ ക്രിസ്തുവിൻ്റെ എന്താണ്? ശരീരം. സഭ ക്രിസ്തുവിൻ്റെ ശരീരം, അതിൻ്റെ ശിരസാര ക്രിസ്തു. അപ്പോൾ ക്രിസ്തു സ്വന്തം താളിൽ തലയായിച്ചപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ക്രിസ്തുവും സഭയാം ശരീരവും എന്തായി? ഒന്നായി. പുരുഷൻ അപ്പനെയും അമ്മയും വിട്ട് ആരോട് പറ്റിച്ചേരും? ഭാര്യയോട് പറ്റിച്ചേരും. ഇരുവരും ഒരു ദേഹമായി തീരും. ആദ്യത്തെ ആദമിന് ഗാഠനിദ്രയായിരുന്നു. ഒടുക്കത്തെ ആദം മരിച്ചു. ക്രിസ്തു ഒരു പടയാളി വന്ന് ഒടുക്കത്തെ ആദത്തിൻ്റെ വിലാപ്പുറം കുത്തി. ആ വിലാപ്പുറത്തുനിന്ന് രക്തവും വെള്ളവും വന്നു, ഒഴുകി. ഇന്നും അത് ഒഴുകുക. പ്രിയരെ, രക്തത്തിനകത്തുനിന്നും വെള്ളത്തിനകത്തുനിന്നും വന്നത് ഒരു പുതിയ ഹൗവ്യ. അതാണ് സഭ. ആ സഭയെ നോക്കി ക്രിസ്തു പറയുന്നൊരു വാക്കുണ്ട്. അതാണ് ക്രിസ്തുവിൻ്റെ അനന്യത. ഞാൻ കണ്ട ഏറ്റവും വലിയ അനന്യത. നിന്നെ ഞാൻ കൈവിടത്തില്ല. എന്താ കാര്യം? കൈവിടപ്പെട്ടു പോയതിൻ്റെ വേദന അമ്മയുടെ ഗർഭം മുതൽ ഞാൻ അനുഭവിച്ചതാ. ഒരഭയാർത്ഥിയുടെ വേദന ഞാൻ അനുഭവിച്ചതാ. സ്വന്തം ഏറ്റവും സ്നേഹിച്ച പത്രോസ് തീവ്ര വേദനയിലും നിന്നെ അറിയത്തില്ലെന്ന് പറഞ്ഞത് ഞാൻ അനുഭവിച്ചതാ. എൻ്റെ പിതാവ് എന്നെ കൈവിട്ടത് ഞാൻ അനുഭവിച്ചു. അതുകൊണ്ട് എനിക്ക് നിന്നോടൊരു ഗ്യാരണ്ടി ഉണ്ട്. എല്ലാ ബഹുമാനത്തോടെയും എല്ലാ വിനയത്തോടെയും പറയട്ടെ, ആ ഗ്യാരണ്ടി കൊടുക്കാൻ ലോകത്തിൽ ഒരാൾക്കേ കഴിയത്തുള്ളൂ. അത് ഞാൻ പ്രസംഗിക്കുന്ന അനന്യായ ക്രിസ്തുവിനാ. ആ ഉറപ്പെന്താ? ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി വിടുവില്ലെന്നരുളിയ കരുണാനിധേ, ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി വിടുകില്ലെന്നരുളിയ കരുണാനിധേ. എൻ കാരം പിടിച്ചാനുദീനം മരുഭൂവി നടത്താമൻ ഉരച്ചവനൊരു നാളും. എൻ കാരം പിടിച്ചാനുദീനം മരുഭൂവിൽ നടത്താമൻ ഉരച്ചവനൊരു നാളും മറക്കുകയില്ല. ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി വിടുകില്ലെന്നരുളിയ കരുണാനിധേ, ഞാൻ നിന്നെ ഒരു നാളും വിടുകില്ലെന്ന്. എൻ കാരം വീഴി മരുഭൂവിൽ നടത്താമൻ ഉരച്ചവനൊരു നാളും. അപ്പോൾ ഇവിടെ ക്രിസ്തുവിൻ്റെ ഏറ്റവും വലിയ ഉറപ്പ്, നമ്മുടെ പ്രിയപ്പെട്ട കർത്താവിൻ്റെ ഏറ്റവും വലിയ ഉറപ്പ് എന്താ? ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. കൺവെൻഷൻ പന്തലാണെന്ന് എനിക്കറിയാം. എന്നാലും അടുത്തിരിക്കുന്ന ആളെ നോക്കി ഒന്ന് പറഞ്ഞേ, എന്നെ കൈവിടാത്തൊരു കർത്താവ് എനിക്കുണ്ട്. കൈവിടാത്തൊരു കർത്താവുണ്ട്. ആ ഗ്യാരണ്ടി പറയാൻ കഴിവുള്ള, ധൈര്യമുള്ള ഒറ്റ നേതാവിനെ കൊണ്ടുപോവാ. ഞാൻ നിന്നെ ലുകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിൻ്റെ കൂടുണ്ട്. ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി ഞാൻ പ്രസംഗിക്കുന്ന, ഇവിടെ പ്രസംഗിക്കാൻ തീം എഴുതിയ എൻ്റെ ക്രിസ്തുവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, അനന്യത അതാണ്. അവിടുത്തെ ഉറപ്പ്, ഞാൻ നിന്നെ ഒരു നാളും അനന്യനായി അനാഥനായി വിടുകയില്ല. എനിക്കൊരു കർത്താവുണ്ട്. ഞാൻ അനാഥനല്ലെന്ന് വിശ്വസിക്കുന്നവർ കർത്താവുണ്ട് പറഞ്ഞേ. അടുത്തിരിക്കുന്ന ആളോടൊന്ന് പറ, ഞാൻ അനാഥയല്ല, എനിക്കൊരു കർത്താവുണ്ട്. പിതാവില്ലാത്തവർക്കു നല്ലൊരു താതനും പെറ്റമ്മയെ
കവിഞ്ഞാദ്രവാനും പിതാവില്ലാത്തോർക്കു കവിഞ്ഞാദ്രവാനു വിധവയ്ക്കു കാന്തനും കാത്തനും ഓ എൻ്റെ ദൈവം സ്വർഗസിംഹാസനം ഓ എൻ്റെ ആരും സഹായമില്ല കർത്താവ് പറഞ്ഞു ഞാൻ നിന്നെ ഒരു നാളും എന്ത് ചെയ്യുകയില്ല, കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ഒരു ചെറിയ എക്സസൈസ്, ഒന്ന് ശ്വാസമൊക്കെ എടുത്ത് എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന എല്ലാ മക്കളും റെഡിയാണോ? മക്കളെ, കുഞ്ഞുങ്ങളെ റെഡി ആണോ? ശരിക്കൊരു ഡീപ്പ് ബ്രീത്ത് എടുത്തേ. എല്ലാവരും ഒരു ഡീപ്പ് ബ്രീത്ത് എടുത്തേ. നല്ല കാര്യമാണ് കേട്ടോ. നല്ലൊരു ഡീപ്പ് ബ്രീത്ത് എടുത്തേ. ഒന്ന് ഹോൾഡ് ചെയ്തേ, എന്നിട്ടൊന്ന് റിലീസ് ചെയ്തേ. ഓക്കെ, ഇനി നമ്മൾ ഒന്നുകൂടെ ചെറുതായിട്ട് ശ്വാസം എടുത്തിട്ട് പറയാൻ പോവാണ്. ഞാൻ നിന്നെ ഒരു നാൾ, ആ ഒരു നാൾ എന്നുള്ളത് എത്രയും നീട്ടാമോ അത്രയും നീട്ടണം. അതവിടെ ആ ശരീരാത്മദേഹികൾ കേൾക്കണം. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല. ആരാ പറഞ്ഞേ? ക്രിസ്തു പറഞ്ഞേ. ആരാ പറഞ്ഞേ? ക്രിസ്തു പറഞ്ഞു. ക്രിസ്തു പറഞ്ഞു ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. അടുത്തത്, ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ എന്ത് ചെയ്യുകയില്ല, പേടിക്കുകയില്ല. എല്ലാവരും പറഞ്ഞേ, കർത്താവ് എനിക്ക് തുണ, ഞാൻ എന്ത് ചെയ്യുകയില്ല. ഒന്നുകൂടെ പറഞ്ഞേ, ഞാൻ എന്ത് ചെയ്യത്തില്ല, പേടിക്കുകയില്ല. ഈ ഭയം എന്നുള്ള വികാരം കൊച്ചിലെ തൊട്ടുണ്ട്. ആറ്റിപ്പ തോട്ടിപ്പ ആനയും കുതിരയും കണ്ട പേടിക്കുമോ? ഇല്ല. ആണ്ട് പേടിച്ചു, എല്ലാം പേടിച്ചു. അങ്ങനെയല്ലേ നമ്മൾ കൊച്ചുങ്ങളോട് ചോദിക്കുന്നു, ഒറ്റ ഊത്ത. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്തു? പേടിച്ചു. അപ്പോൾ ഭയം എന്നുള്ള വികാരം കൊച്ചിലെ തൊട്ട് നമുക്ക് കൊടുക്കുന്നൊരു കാര്യമാണ്. ഈ ഭയം വിചിത്ര കേട്ടോ, ഭയം വിചിത്ര. ഞാൻ എന്തെല്ലാം ഭയങ്ങൾ കണ്ടിട്ടുണ്ടെന്നറിയാം. തുറസായ സ്ഥലങ്ങളെ പേടിക്കുന്നവരുണ്ട്. ഒരു ഓപ്പൺ ഗ്രൗണ്ടിൽ ചെന്നാൽ മയങ്ങി വീഴും, ഞാൻ കണ്ടിട്ടുണ്ട്. വെള്ളത്തെ കണ്ടാൽ പേടിക്കുന്നവരുണ്ട്, ഇരുട്ടിനെ പേടിക്കുന്നവരുണ്ട്. ബ്ലഡ് കണ്ടാൽ മയങ്ങി വീഴുന്നവരെ ഞങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? അങ്ങനത്തെ സ്വഭാവം ഉണ്ടോ? ഇല്ല. ബ്ലഡ് കണ്ടാൽ മയങ്ങി വീഴും. ഇങ്ങനെ എന്തെല്ലാം. മരണത്തെ പേടിയുള്ളവരുണ്ടോ? സമയാമാൻ്റെ അകത്ത് പാട്ട് കേട്ടാൽ അന്നേരമേ അപ്സെറ്റ് ആകുന്നവർ, പോയി കുളിക്കുന്നവരൊക്കെ ഉണ്ട്. ഞങ്ങളവിടെ മോർച്ചറി ഉണ്ട്. രാവിലെ ഇത് വന്ന് ഇറങ്ങിയാൽ പിന്നെ കുളിച്ചിട്ടേ ഇറങ്ങത്തുള്ളൂ. സമയാമാൻ്റെ അകത്തിൻ്റെ പാട്ട് കേട്ടാൽ പേടിക്കുന്നവരാ. അങ്ങനെ പല രീതിയിലാണ് പേടി, ഭയം, വിചിത്രങ്ങളാണ് ഭയം. ചില പിള്ളേർക്കുണ്ടല്ലേ, പട്ടിയെ കണ്ടാൽ പേടിയാ. അവരെയൊക്കെ പേടി മാറ്റാൻ അവർക്കൊരു പെറ്റ് ഡോഗിനെ മേടിച്ച് കൊടുക്കുക, എന്തെല്ലാം കാര്യങ്ങളാണ്. ചിലർക്ക് പൂച്ചയെ പേടിയാ, ചിലർക്ക് പല്ലി. അമേരിക്കയിൽ നിന്നൊക്കെ വരുന്ന പിള്ളേർ ഇവിടെ പല്ലി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളം വെക്കും. പിന്നെ ഒരു ചില എട്ടുകാലിയൊക്കെ തന്നാലോ എന്തോ പേടിയാ. അങ്ങനെ ആകെ പേടിയുടെ ലോകമാണ്. ഇപ്പോൾ അങ്ങ് ഭയം കൂടുക. ഇനി ക്രിസ്ത്യാനികളായ കുറേ വിശ്വാസികൾക്കൊരു പേടിയുണ്ട്. കൂടോത്രത്തെ പേടിയാ. ബന്ധന കൂടോത്രം ചെയ്തു. എന്നോട് പിണങ്ങരുതേ, ഇതിനെ ഊതി പെരുപ്പിക്കുന്ന കുറച്ച് ദൈവദാസന്മാരുമുണ്ട്. എല്ലാ റെസ്പെക്റ്റോടും പറയാം. ഈ കൂടോത്രക്കാരൻ കൂടോത്രം ചെയ്യണമെങ്കിൽ ചുമ്മാ അത് ചെയ്യുമോ?
ഇല്ല. മിനിമം കൂടോത്രക്കാരൻ്റെ റേറ്റ് 5000 രൂപയാണ്. ലോക്കലാണ്. 2 കോഴിത്തലേ ഒരു ചെമ്പരത്തിപ്പൂവും വെക്കുന്നവന് 5000 രൂപ കൊടുക്കണം. വലിയ കൂടോത്രക്കാരാണെങ്കിൽ എൻ്റെ പൊന്നു ഭാഷ 5 ലക്ഷം രൂപയൊക്കെ വലിയ സംഭവം ചെയ്യുന്നതിന്. അതുകൊണ്ട് അതൊക്കെ നമ്മൾ ഗൂഗിൾ പേ ചെയ്ത് അതിൻ്റെ വാറ്റും ഒക്കെ കൊടുത്താണ് കൂടോത്രം ചെയ്തത്. പറഞ്ഞു. എക്സ്ക്യൂസ് മീ, നമ്മുടെ തൊട്ട് താഴത്തെ ഫ്ലാറ്റിൻ്റെ ഫ്രണ്ടിൽ ഒരു വാഗണറും ഒരു കാറും കിടപ്പുണ്ട്. ആ വീട്ടുകാർക്ക് എയർപോർട്ടിൽ പോകാനായിട്ടുള്ള ഒരു അത്യാവശ്യം പറഞ്ഞിട്ടുണ്ട്. നമ്പർ കൃത്യമായിട്ട് അറിയില്ല. ഒരു വാഗണറും ദയവായി. താങ്ക് യു സോ മച്ച്. താങ്ക്സ്. അതൊന്ന് മാറ്റി കൊടുത്തേക്കണേ, അവർ പോകേണ്ടവരല്ലേ. അപ്പം ഞാൻ എവിടെ പറഞ്ഞു നിർത്തിയേ? കൂടാ എൻ്റെ പൊന്നെ, വാറ്റും GST ഒക്കെ കൊടുത്താണ് കൂടോത്രം ചെയ്യിക്കുന്നത്. 15 ലക്ഷം രൂപ വെക്കണം വലിയ പരിപാടിയൊക്കെ ചെയ്യണേ. എനിക്കറിയാൻ വേണ്ടി ചോദിക്കുക, ഇത്രയും കാശ് നിങ്ങൾക്കെതിരായിട്ട് അവർ മുടക്കുമോ? ആ അയൽക്കാരൻ നിങ്ങൾക്കെതിരായിട്ട് ഇത്രയും കൂടോത്രം ചെയ്യാൻ കാശ് മുടക്കുമോ? കാശ് മുടക്കാതെ ചെപ്പടി വിധിയൊന്നും പേടിക്കരുത്. നല്ല കാശൊക്കെ കൊടുത്ത് ചെയ്യിച്ചാലേ ഇത് കേൾക്കത്തുള്ളതാണ്. ഇതൊന്നും പോയി ചെയ്യരുത്. ചെയ്താൽ സമയാസമയങ്ങൾ ഇത് പുതുക്കിയില്ലേ ഉണ്ടല്ലോ, ഇതിങ്ങ് വരും പുറകെ. അതുകൊണ്ട് ഇതിന് എക്സ്പയറി ഡേറ്റ് ഉണ്ട്. എക്സ്പയറി ഡേറ്റ് ഇത് പുതുക്കിയൊക്കെ വേണം. അല്ല, ഈ എന്തിനാ ഈ കൂടോത്രത്തെ പേടിക്കുന്നേ? എനിക്കറിയാൻ വേണ്ടി ചോദിക്കുക. ചുമ്മാ കൂടോത്രത്തെ ഒന്നും പേടിക്കരുത്. അല്ല, കൂടോത്രം ചെയ്താൽ എന്തോ പറ്റും? ഞാൻ അഹങ്കാരം പറയല്ല. എൻ്റെ ഈ പ്രായത്തിനകത്ത് ഞാൻ ഭാര്യ കൂടോത്രത്തിന് കയ്യും കണക്കുമില്ല. അവരെ പറഞ്ഞു അവിടെ കുഴിക്ക് ഇവിടെ കുഴിച്ച് എൻ്റെ ഇടപാട് തെറ്റിപ്പോൾ ഞാൻ കുഴിപ്പ് നിർത്തി. കാരണം ലോകം മുഴുവൻ കൂടോത്രമാണെന്നാണ് പറഞ്ഞത്. ഒത്തിരി കിട്ടുകയും ചെയ്തു. എനിക്കെന്തെങ്കിലും പറ്റിയോ? എൻ്റെ കർത്താവിൻ്റെ കൃപയില്ലേ? എൻ്റെ കർത്താവ് എനിക്ക് തുണയാന്ന്. ഞാൻ പേടിക്കുകയില്ല. ക്രിസ്തു ഒന്ന് പറഞ്ഞു, ഞാൻ നിന്നെ എന്ത് ചെയ്യത്തില്ല. എൻ്റെ കർത്താവിനെ ആ കർത്താവ് തുണയാണോ ഒരു കാര്യം അങ്ങ് ഫ്ലീ ചെയ്ത് പോകും. എന്താണെന്നറിയാമോ? ഭയത്തിൻ്റെ ഇപ്പുറത്ത് നിട്ടിട്ട് വായിച്ചേ. മാറ്റിക്കേ, ഇട്ടേ, മാറ്റിക്കേ. എന്തിനാ കൊച്ചേ പേടിക്കുന്നേ? കർത്താവിലുള്ള ആശ്രയം കുറയുമ്പോഴാണ് പേടി കൂടുന്നേ. കർത്താവിലുള്ള ആശ്രയം കൂടാമോ ഭയം ഇങ്ങനെ പമ്പ കിടന്ന് പോകുന്ന കാണാം. ഞാൻ കണ്ടിട്ടുണ്ട്. ആത്മീയ ശുശ്രൂഷകളുടെ ഭയം ഇങ്ങനെ വ്യക്തികളിൽ നിന്ന് ഇങ്ങനെ വിട്ട് പോകുന്നത് കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ പിന്നിലൊരു ദുഷ്ടാത്മാവുണ്ട്. ഭയത്തിൻ്റെ ഒരു ദുരാത്മാവുണ്ട്. കർത്താവ് വരാമോ? കർത്താവ് ഹൃദയത്തിൽ സ്വീകരിക്കപ്പെടുമ്പോൾ ഒരു കാര്യം ഉറപ്പാ, ഭയത്തിന് പിന്നെ അവിടെ ഇരിക്കാൻ ഒക്കത്തില്ല. കരമടിച്ച് സ്തുതിച്ചേ, കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കുകയില്ല. സ്വോത്രം 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 സ്വോത്രം. കർത്താവ് എനിക്ക് തുണ, ഞാൻ എന്ത് ചെയ്യുകയില്ല, പേടിക്കുകയില്ല. ഭയപ്പെടരുത്. കർത്താവുണ്ട്. അടുത്തിരിക്കുന്ന ആളുടെ കരം പിടിച്ചെന്ന് പറഞ്ഞ് എനിക്ക് കർത്താവുണ്ട്, ചുമ്മാ പേടിക്കൊന്നും ചെയ്യരുതെന്ന് പറ. ധൈര്യമായിട്ട് പറ, പേടിക്കരുതെന്ന് പറ. കർത്താവുണ്ടെന്ന്. കർത്താവുണ്ട്. ഉറപ്പാണോ? സ്വോത്രം പറയാനല്ല പറഞ്ഞേ, കർത്താവുണ്ടെന്ന് പറ. എനിക്കാരുണ്ട്? കർത്താവുണ്ട്. ഞാൻ എന്ത് ചെയ്യത്തില്ല, പേടിക്കരുത്. ഉറക്കെ പറഞ്ഞ് എന്ത് ചെയ്യരുത്, എന്ത് പ്രശ്നം വന്നാലും ഒരു കാര്യം അങ്ങ് ഉറപ്പാക്കണം, കർത്താവ് അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ല. ഞാൻ അവൻ ഉള്ളം കയ്യിലാണെന്ന് ഉറപ്പുള്ളവർ കർത്താവിനെ ഒന്ന് സ്തുതിച്ചേ. നമ്മുടെ ജീവിതത്തിലെ ഒരു താലുമുടി 4 പൊഴിയണമെങ്കിൽ അറിയുന്നൊരു കർത്താവുണ്ട്. കർത്താവ് എനിക്ക് തുണ, ഞാൻ എന്ത് ചെയ്യുകയില്ല, പേടിക്കുകയില്ല. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യുമെന്ന് നമുക്ക് എന്ത് ചെയ്യാം, ധൈര്യത്തോട് പറയാം. ഞാൻ വേഗത്തിൽ മുമ്പോട്ട് പോകട്ടെ. 7-ാം വാക്യം. നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ എന്ത് ചെയ്യണം, ഓർക്കണം. എല്ലാവരും പറഞ്ഞേ, ആരെ ഓർക്കണം? നടത്തിയവരെ ഓർക്കണം. 7-ാം വാക്യം. ഇനിയും അതിൻ്റെ 17-ാമത്തെ വാക്യം കണ്ടോ? നടത്തുന്നവരെ അനുസരിച്ച് അവർക്ക് എന്ത് ചെയ്യണം, കേട്ടിട്ടുണ്ടെങ്കിൽ 2 കാര്യങ്ങൾ അവിടെ പറയുന്നു. നടത്തിയവർ, അത് പാസ്റ്റ് ടെൻസാണ്. നടത്തിയവരെ എന്ത് ചെയ്യണം, ഓർക്കണം. പറഞ്ഞേ, നടത്തിയവരെ ഓർക്കണം. ഒരു പക്ഷേ അവരിന്ന് പ്രായമായി കാണും, ചിലർ മരിച്ചു കാണും, നമുക്കറിയില്ല. പക്ഷേ പ്രായമായവരാണെങ്കിലും അന്ന് സ്നാനപ്പെടുത്തിയവരെ, അന്ന് വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നവരെ വല്ലപ്പോഴുമെങ്കിലും ഒക്കെ തപ്പിപ്പിടിച്ച് പോയെന്ന് കാണണം. നടത്തിയവരെ എന്ത് ചെയ്യണം, ഓർക്കണം. ചേർന്ന് പറഞ്ഞേ, നടത്തിയവരെ എന്ത് ചെയ്യണം, ഓർക്കണം. 2, നടത്തുന്നവരെ അനുസരിച്ച് അവർക്ക് എന്ത് ചെയ്യണം, കീഴടങ്ങിയിരിക്കണം. വിശ്വാസ ഭവനങ്ങളെ, വിശ്വാസ സമൂഹമേ, നടത്തുന്നവർക്കെതിരെ മത്സരിക്കാൻ പോകരുത്. വിദേശത്തൊരു സ്ഥലത്ത് പ്രസംഗിക്കുക. അപ്പോൾ
ഒരു സഹോദരൻ എന്നെ വന്ന് കണ്ടു. പുള്ളി ഇങ്ങനെ പുറകെ നിൽക്കുക. എന്നിട്ട് എന്നെ പറഞ്ഞു, അച്ചായ പാസ്റ്ററെ കണ്ടപ്പോൾ ഒരു ഇഷ്ടമൊന്നും, ഞാൻ പൊതുവെ ഈ പാസ്റ്റർമാരെ ഒന്നും അങ്ങനെ അടുക്കാറില്ല. പുള്ളി എന്നോട് പറഞ്ഞൊരു വാക്കാണ്. അതുപോലെ ഏതാണ്ട് റീപ്രൊഡ്യൂസ് ചെയ്യുക. പക്ഷേ ഇങ്ങനെ കണ്ടപ്പോൾ ഒരു ഇഷ്ടമൊക്കെ തോന്നുന്നു, ഒരു സന്തോഷം. വാടൂ, എൻ്റെ ഒരു പ്രായമൊക്കെ ഉള്ളൂ. അങ്ങ് നമുക്ക് സന്തോഷമാണെങ്കിൽ ചുമ്മാ വണ്ടി കയറി ഒന്ന് കഥ പറയാം. ഇങ്ങനെ കഥ പറയുന്ന ആളല്ലേ. ഞാൻ കുറേ കഥ പറയാം. പാസ്റ്റർ മോന ഞങ്ങൾ രണ്ടും കൂടെ കഥ കേൾക്കാൻ പോയി. പുള്ളി എന്നോട് കുറേ കഥ വണ്ടി ഓടിച്ച് കഥ പറയുക. പാസ്റ്റേജിലെ കഥകളാണ്. കഥയിൽ ഒരു കഥ ഇതായിരുന്നു. യോഗം നടക്കുക. അപ്പോൾ പുറകിലൊരു അച്ചായൻ എഴുന്നേറ്റ് നിന്നിട്ട് എന്തോ പറയാൻ തുടങ്ങിയപ്പോൾ പാസ്റ്റപ്പച്ചൻ ഫ്രണ്ടിൽ നിന്നുകൊണ്ട് പറഞ്ഞു, സഹോദരാ, പുള്ളിക്ക് നല്ല ബാസാ, അവിടെ ഇരിക്കണം, ഇപ്പോൾ ഒന്നും പറയണ്ട, യോഗം കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാൻ സമയം തരാം, ദയവായി ഇരുന്നാട്ടെ, ഇരിക്കൂ സഹോദരാ. നല്ല ഒച്ചയല്ലേ. സഹോദരൻ പറഞ്ഞു, ആഹാ, താൻ എന്നോടിരിക്കാൻ പറഞ്ഞു. ഇപ്പം ഞാൻ കാണിക്കാം. മൈക്കിൻ്റെ ഫീസ് ഊരാൻ പോവുക. ഫീസ് ഊരാൻ പോയപ്പോൾ അച്ചായൻ പറഞ്ഞു, മോനെ സഹോദരാ, ഫീസ് ഊരരുതേ, അപകടമാകട്ടോ. ഫീസ് ഊരി പോക്കറ്റ് ഇട്ടുകൊണ്ട് സ്കൂട്ടർ എടുത്ത് ഒറ്റ പോക്ക് റോഡിൽ നിന്ന് അങ്ങോട്ട് കയറിക്കുക. MC റോഡിൽ കൂടി വന്നപ്പോൾ ലോറി കയറി അങ്ങ് ഇറങ്ങി. ചത്തില്ല, വർഷങ്ങൾ കിടന്നു. എന്തോ ഊരിക്കൊണ്ട് പോയതാ, ഫീസ് ഊരിക്കൊണ്ട് പോയതാ. നടത്തുന്നവരോട് മത്സരിക്കരുത്. അവർ വലിയ അറിവൊന്നും ഇല്ലായിരിക്കാം, നിങ്ങൾ മിടുക്കനായിരിക്കാം, ഒരു പക്ഷേ നിങ്ങൾക്ക് ഭയങ്കര ഡിഗ്രിയൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ നിങ്ങളെ നടത്തിയവരെ ഓർക്കണം. ഞാൻ ഈ സമൂഹത്തോട് പറയാൻ ഇഷ്ടപ്പെടുന്നൊരു കാര്യമുണ്ട്. പെന്തക്കോസ്തിലെ ഒരു പാസ്റ്റർ എന്ന നിലയിൽ ഞങ്ങൾക്ക് അഭിമാനിക്കാനുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ 100 കണക്കിന് പെന്തക്കോസ്ത് ദേവാലയത്തിൽ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്. അർദ്ധരാത്രിയിൽ ഞാൻ നിലവിളി കേട്ട് ഉണർന്നിട്ടുണ്ട് പലപ്പം. എന്താണെന്നറിയാമോ? ഞാൻ കിടക്കുന്ന പാസ്റ്റേജിൻ്റെ ഇടുങ്ങിയ മുറിയുടെ അപ്പുറത്ത് ഒരു നിലവിളി കേൾക്കാം. അപ്പച്ചൻ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുക, രണ്ടും കൂടെ, അപ്പച്ചനും അമ്മച്ചിയും കൂടെ ഓരോ കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. പലപ്പോഴും ഓർത്തോണേ, അവർ വിളക്കണയ്ക്കാതെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കേണ്ട. എൻ്റെ നിൻ്റെ ഒന്നും കാറ്റടിച്ച് പോകാതെ ഇതുവരെ ജീവിക്കുന്നത്. ഞങ്ങളുടെ പാസ്റ്റർമാർ ദശാംശം മേടിച്ചിട്ട് കിടന്നുറങ്ങുന്നവരല്ല, അർദ്ധരാത്രിയുടെ യാമങ്ങളിൽ ആ ദേശത്തെ വഹിച്ച് പ്രാർത്ഥിക്കുന്നവരാ. ദേശത്തുനിന്ന് ആത്മഹത്യ മാറിപ്പോണേ, ദേശത്തുനിന്ന് അപകടങ്ങൾ മാറിപ്പോകണമേ, ദേശത്തുനിന്ന് സംഘർഷങ്ങളും സംഘടനകളും കർത്താവേ മാറിപ്പോകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന നിരന്തര പ്രാർത്ഥന ഉയർത്തുന്നവരാണ് കർത്താവിൻ്റെ ദാസന്മാർ. അവരാണ് പാസ്റ്റേജിൽ. ഒരു ചെറിയ മൈനോറിറ്റി കാണും പ്രിയരെ, കിട്ടുന്നത് മേടിച്ച് സുഖമായി കിടന്ന് കഴിച്ചിട്ട് വേല ഉദാസീനതയോടെ ചെയ്യുന്നതൊരു മൈനോറിറ്റി ആയിരിക്കാം. അവർ ദീർഘകാലം ശുശ്രൂഷയെ കാണത്തുമില്ല. എന്നാൽ 10-70 വർഷമായി ഇന്നും നിലനിൽക്കുന്ന ഒറ്റ കാര്യം കൊണ്ട് നടത്തുമ്പോൾ ആ ദേശത്തെ ഓർത്ത്, സഭയെ ഓർത്ത്, സഭാമക്കളെ ഓർത്ത്, ആ ചുറ്റുപാടുകളെ ഓർത്ത് കരമുയർത്തി രാത്രിയുടെ യാമങ്ങളിൽ പ്രാർത്ഥിക്കുന്ന ഒത്തിരി ദൈവദാസന്മാരെ ഓർത്ത് കരങ്ങളടിച്ചെന്ന് സ്തുതിച്ച് നടത്തിയവരെ ഓർക്കണം, നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിക്കണം. പഴയ നിയമത്തിലൊരു ഭാഗമുണ്ട്, ഞാൻ ആവേശത്തോടെ അത് പ്രസംഗിച്ചിട്ടുണ്ട്. യോശുവയും കൂട്ടരും എല്ലാം കൂടെ വരിക. യോർദാൻ്റെ അടുക്ക് വന്നപ്പോൾ പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ കാല് വെള്ളത്തിൽ ചവിട്ടിയപ്പം വെള്ളം എന്തായിട്ട് മാറി? 2ആയിട്ട് പിരിഞ്ഞു. ഭയങ്കര സന്തോഷ. ക്രിസ്തുവിനെ പ്രസംഗിക്കുന്ന ഞാൻ ക്രിസ്തു ശിഷ്യരെ കൂടെ ഒന്ന് പ്രസംഗിച്ച് പൊക്കോട്ടെ. അപ്പം വെള്ളം 2ആയി. ഞാൻ അന്ന് ആവേശത്തോടെ പ്രസംഗിച്ചിട്ടുണ്ട്. പ്രിയരെ, നിങ്ങളുടെ പ്രതിസന്ധിയുടെ മുമ്പിൽ വിശ്വാസത്തിൻ്റെ പാദം വെക്കുമ്പോൾ ദൈവ സാന്നിധ്യം ഇറങ്ങുമ്പോൾ ആ 2ആയിട്ട് മാറും. ഇപ്പം ഞാനത് പറയില്ല, പേടിയാ. എന്താ കാര്യം അറിയാം? വെള്ളപ്പൊക്കം കണ്ണിന് കണ്ടതുകൊണ്ടാണ്. ആ വെള്ളത്തിലോട്ട് കാല് വെക്കുമ്പോൾ ഈ വെള്ളം മാറിയില്ല, ഇവരെന്തോ ചെയ്യും? പെട്ടകം ഇതും വലിച്ചോണ്ട് ഒറ്റ പോക്ക ആണോ? ഒഴുക്കാ മക്കളെ. ഇതൊന്നും പറയുന്നിടത്ത് നിൽക്കത്തില്ല, പരിചയമുള്ളവർക്ക് പോലും ഒക്കത്തില്ല. വെള്ളം കയറി വരുമ്പോൾ ഞങ്ങളുടെ ഒരു ചേച്ചിയെ ഞാൻ വിളിച്ചു, ചേച്ചിയെ വെള്ളം വന്നോ നോക്കിയോ? പാർസോട് ഇവിടെങ്ങും വരത്തില്ല. നോക്കിയപ്പോൾ എന്താണ്ട് പെരയ്ക്കകത്തോട്ട് കയറുക. പുള്ളിക്കാരത്തി കല്ല്, ഒരു ഭയങ്കര വിശ്വാസമാണ്, ഒരു ചോക്കെടുത്ത് വരച്ചു, യേശുവിൻ്റെ നാമത്തിൽ ഇപ്പുറം കടക്കരുന്ന്. എവിടെ കേൾക്കാൻ? വെള്ളം കയറുക, പറക്കി എല്ലാം കൂടെ മേളിലോട്ട് കയറാൻ നോക്കി, അവിടെ വരച്ചു. കൽപ്പിക്കുന്നു ഞാൻ അതിരിട്ട്, എവിടെ കേൾക്കാനാ? അവസാനം ഇത്രയും വെള്ളത്തിൽ നിന്ന് മേളിൽ നിന്ന് എടുത്ത് ചാടി പോകുമ്പോൾ ഒറ്റ പറഞ്ഞാൽ പിന്നെ തോന്നിയ പോലെ ചെയ്തോളാം പറഞ്ഞു. അല്ലാതെ എന്തോ ചെയ്യാനാ? വെള്ളം വരിക. ഇത് പോയില്ല എന്തോ ചെയ്യും മക്കളെ? എന്തോ ചെയ്യും? 2ഉം കൽപ്പിച്ചൊരു ഇറക്കുക. ക്രിസ്തു ശിഷ്യർ ഇറങ്ങി കേട്ടോ. ഇടയന്മാർ ഈ വിളി കേട്ടിറങ്ങി, 2ഉം കൽപ്പിച്ചങ്ങ് ഇറങ്ങി. കണ്ടോ? ഒരു സഭയ്ക്കൊക്കെ വേണ്ടി നേതൃത്വം കൊടുക്കാൻ ഒരു 2ഉം കൽപ്പിച്ചിറങ്ങുമ്പോൾ ഈ കാണുന്ന ആളും ആരവും ഒന്നും കാണത്തില്ല. 2ഉം കൽപ്പിച്ചിറങ്ങി ഒത്തിരി പേരുണ്ട്. ആദ്യം പോയി കാല് ചവിട്ടിയ ദൈവദാസന്മാർ. അവരവിടെ വന്നപ്പം
അവിടെ ഒന്നുമില്ലായിരുന്നു. ഏതോ ഒരു സ്ഥലത്ത് പാടവീടുകൾ മാറി മാറി താമസിച്ച് പിന്നെ കിട്ടിയ സ്ഥലത്ത് ഒരു ഹോള് കഷ്ടപ്പെട്ട് പണിത് പിന്നെ അത് ഇന്ന് വലുതാകുമ്പോൾ മറക്കരുത്, നടത്തിയവരെ നടത്തുന്നവരെ മറക്കരുത്. ചവിട്ടി, ആദ്യം ചവിട്ടി, വെള്ളം രണ്ടായി. നിങ്ങൾക്ക് തോന്നി ലക്ഷക്കണക്കിന് ജനമാ, 10-30 ലക്ഷം ജനമുണ്ട്. ഇത്രയും ജനം കടന്നു പോകുന്നിടം വരെ പുരോഹിതന്മാർ എവിടെ നിൽക്കണം? പറഞ്ഞോ, എവിടെ നിൽക്കണം? നടുക്ക് നിൽക്കണം. ഇവർ കയറിയ വെള്ളം മൂടത്തില്ല. കുറച്ച് പേര് അക്കരെ, ഭാര്യ ഇക്കരെ, കച്ചാൻ അക്കരെ, കൊച്ചിക്കരെ, അമ്മമ്മ അക്കരെ ആയിപ്പോത്തില്ലേ? അവർ നിന്നു. നിൽക്കാമോ? 30 ലക്ഷം പേര് കയറുന്നിടം വരെ നിൽക്കണം. കാല് കഴയ്ക്കുമോ? വേദനിക്കുമോ? പെട്ടകം എടുത്തുകൊണ്ട് നിൽക്കുക. എല്ലാവരും കയറിപ്പോയി. സ്വോത്രം. പോകുന്നവരൊക്കെ പറയുന്നുണ്ട്, പാസ്റ്ററങ്ങളെ ക്രൈസ്തലം ഗ്ലോറി. എന്നാൽ വെള്ളം പോലും കൊടുത്തില്ല. എനിക്ക് കിട്ടി കയറി പോവുക. എല്ലാവരും പോയി. ആരെങ്കിലും അവിടെ കൊണ്ട് വെള്ളം കൊടുത്തു കാണും? എല്ലാവരും അക്കരെ ഓടുകയല്ലേ. കയറി കഴിഞ്ഞപ്പോൾ എല്ലാവരും കിടക്കുക. ഞാൻ എൻ്റെ ഭാവനെ കണ്ടു. ഒരു സഹോദരി പടുതയൊക്കെ ചണ്ടടിക്കുകയല്ലേ, നീലപ്പടുത വലിച്ച് കെട്ടുന്നു. എല്ലാവരും കിടക്കുന്നു. ചേച്ചി വന്ന് പറഞ്ഞു, രാവിലെ തുടങ്ങിയ നടപ്പാ, വയ്യ, ഞാൻ കിടക്കാൻ പോവാ. മനുഷ്യ കിടക്കുന്നുണ്ടെ കിടന്നു. അതിനിടയ്ക്ക് ഒരു കുസൃതി കുട്ടനൊരു ചോദ്യം ചോദിച്ചു അമ്മയോട്, അമ്മ ആ പാസ്റ്റങ്ങൾ നടക്ക് നിൽപ്പില്ലായിരുന്നു വരുമ്പോൾ മാറ്റില്ലേ? ഇപ്പം എന്ത് ചെയ്യേ? എന്തെങ്കിലും ചെയ്യട്ടെ, അത് അങ്ങനെ നോക്കിക്കോളും. മോൻ പാവ വെച്ചോ. എല്ലാവരും ഉറങ്ങി. പക്ഷേ ഒരു കുടുംബം ഇപ്പോഴും ഉറങ്ങിയിട്ടില്ല. ആരുടെയാ? പാസ്റ്റർ വീടാ. അങ്ങനെ കയറാതെ ഉറങ്ങാനൊക്കത്തില്ല. ആദ്യം ഇറങ്ങിയത്, ഒടുവിൽ കയറിയത്, ഒടുവിൽ വിളക്കണച്ചത്. ദേശത്ത് അങ്ങനെ ഒത്തിരി ദൈവദാസന്മാരുണ്ടായിരുന്നു. ഈ കൺവെൻഷനിൽ പറയട്ടെ, അങ്ങനത്തെ ദൈവദാസന്മാർ എഴുന്നേക്കണം. ഇരുണ്ട ഈ ഭാരതത്തിൻ്റെ ഉണർവിനായി കരങ്ങളടിച്ച് സ്തുതിച്ച് രാത്രി ദൈവദാസന്മാരെ റിഗന റിബല ഹദന റിഗന റിബന ഹദന റിഗന ഉരഖറ ധര ധിക രഗ നഗ ധര ധിരാധന. ആദ്യമിറങ്ങാൻ ഈ ക്രിസ്തുവിനെ പ്രസംഗിക്കണം. കൈവിടാത്തൊരു ക്രിസ്തുവിനെ പ്രസംഗിക്കണം. ആദ്യം ഇറങ്ങിയതും ദൈവദാസന, അവസാനം കയറിയ ദൈവദാസന. അവർ കയറുന്നത് നോക്കി വിളക്കണയാതെ പരാതി പറയാതെ ഇന്നും പാസ്നേജുകളിൽ ഇരിക്കുന്ന ഒത്തിരി അമ്മമാരുണ്ട്, ഒത്തിരി പേരുണ്ട്. ചോദ്യം, ഈ ക്രിസ്തുവിന് വേണ്ടി ആരും ചവിട്ടാത്തൊരിടത്ത് പോയി ചവിട്ടണ്ടേ? അതാ ഇവിടുത്തെ തീം. പാളയത്തിനപ്പുറത്തേക്ക് ആകയാൽ അവൻ്റെ നിന്ന് ചുമന്നുകൊണ്ട് എവിടെ പോകണം? പാളയത്ത് ആരുടെയാ? ഈ ക്രിസ്തുവിൻ്റെ. ഞാൻ ചോദ്യം വെക്കുക, ആരും പോകാത്തൊരിടത്ത്, ആരും ചവിട്ടാത്തൊരിടത്ത് എൻ്റെ ക്രിസ്തുവിന് വേണ്ടി എൻ്റെ പാദം ചവിട്ടി. ഇന്നും ഓർക്കപ്പെടുന്നു. ചന്ദ്രനിൽ ആദ്യം ചവിട്ടിയത് ആരാ? എവറസ്റ്റിൽ ആദ്യം ചവിട്ടിയ ആരാ? അതിലൊക്കെ വലിയ അത്ഭുതമാണ്. എത്രയോടത്ത് ആരും പോകാത്ത എത്രയോടത്ത് നമ്മുടെ കർത്താവിന് വേണ്ടി പാദം ചവിട്ടിയ ഒത്തിരി പേരുണ്ട്. തലങ്ങും വിലങ്ങും അവരുകൂടി ആദ്യം ഇറങ്ങി അവസാനം കയറി. പക്ഷെ മറന്നു കളയാൻ അവൻ അനീതിയുള്ള ദൈവമല്ല. ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്. ഈ രാത്രി ഒരു ചോദ്യം, ആ കർത്താവിൻ്റെ ശിഷ്യന് വേണ്ടി അവൻ്റെ സുവിശേഷം വഹിച്ചുകൊണ്ട് യേശു മരിച്ചു എന്ന് ലോകത്തോട് പറയാൻ, ഇനി നീ മരിക്കണ്ടെന്ന് പറയാൻ, ക്രിസ്തുവിൻ്റെ സാക്ഷിയായി പോകാൻ എനിക്ക് ആവശ്യമുണ്ട്, ആഗ്രഹമുണ്ട്. അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? എനിക്ക് എൻ്റെ യേശുവിൻ്റെ സാക്ഷിയായി പോകണം. പെൺകുഞ്ഞുങ്ങളെയും കർത്താവിന് വേണം. പരാതിയില്ലാത്ത ഒത്തിരി അമ്മമാർ പാസ്റ്റേജുകളിലുണ്ട്. ഇവർ വല്ലപ്പോഴും രാത്രിയിലൊക്കെ കയറി വരുമ്പോൾ പട്ടിണിയും പരവട്ടമാണെങ്കിലും ഉള്ളത് മതി അച്ചായ, സാരമില്ലെന്ന് പറയുന്ന അമ്മമാരായിരുന്നു പാസ്റ്റേജുകളുടെ വിജയം. ഞാൻ ചോദിക്കുക, ഈ ക്രിസ്തുവിൻ്റെ സുവിശേഷമായിട്ട് എനിക്ക് പോകണം, എനിക്കൊരു സുവിശേഷകനാകണം, കർത്താവിൻ്റെ വേല ചെയ്യണം, അങ്ങനെ ആഗ്രഹിക്കുന്ന മക്കളുണ്ടെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് നിന്നേ. ആരെങ്കിലും ഒരാളെങ്കിലും ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ ഒരു പ്രചാരകനാണ്. ആൺകുട്ടികളാകട്ടെ പെൺകുട്ടികളാകട്ടെ, ഈ പരസ്യവേദി ഞാൻ ചോദിക്കുക, ഞാൻ കാണുന്ന ഏറ്റവും വലിയ സൗഭാഗ്യത ക്രിസ്തുവിനെ പ്രസംഗിച്ചിട്ട് പോയ ആ കർത്താവിനെക്കുറിച്ച് പറഞ്ഞാൽ കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷനുണ്ട്. അത് ലോകത്തിൽ ലോട്ടറി അടിച്ചാൽ കിട്ടത്തില്ല മക്കളെ. ഒരാൾ രക്ഷിക്കപ്പെട്ടാൽ കിട്ടുന്ന സന്തോഷം. കുഞ്ഞിനെ ദൈവം അനുഗ്രഹിക്കട്ടെ, ഇങ്ങനെ ദൈവം അനുഗ്രഹിക്കട്ടെ. എഴുന്നേറ്റ് ഇന്ന് പ്രാർത്ഥിക്കാം മക്കളെ. മറ്റാരെങ്കിലും ഉണ്ടോ? ആ കൊച്ചു കുഞ്ഞിനെ ദൈവം അനുഗ്രഹിക്കട്ടെ. എൻ്റെ യേശുവിൻ്റെ സാക്ഷിയായി എനിക്ക് പോകണം. വേറെ ആരെയും നോക്കരുത്. ദിസ് എ വെരി സീരിയസ് ടൈം. ദിസ് ഈസ് യുവർ ഡിസിഷൻ.
ഒരുപക്ഷെ കാലാകാലങ്ങളിൽ നിങ്ങളോട് പറഞ്ഞ പ്രവചനങ്ങളൊക്കെ അവിടെ കിടപ്പുണ്ട്. എഴുന്നേറ്റ് നിന്നാണ്ട് അങ്ങനെയുള്ളവരൊക്കെ എഴുന്നേറ്റ് നിന്നാണ്ട് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ഒരു സാക്ഷിയായി എനിക്ക് പോകണം. കണ്ണടച്ച് പിതാവേ കുഞ്ഞിനായി പ്രാർത്ഥിക്കുന്നു. മനസ്സിലൊരു തേക്കമൊക്കെ ഉണ്ട്, പോണമെന്നൊക്കെ ഉണ്ട്. തേക്കത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്ന മക്കളുണ്ട്. ദൈവം അവരെ സഹായിക്കണമേ, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഞാൻ പെട്ടെന്ന് മുൻപോട്ട് പോകട്ടെ. അവിടെ പറയുന്നു, അവിടെ ജീവാവസാനം ഓർത്ത് അവിടെ വിശ്വാസം എന്ത് ചെയ്യണം? അനുകരിക്കണം. അടുത്ത വാക്യം, യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും ആരാണ്? അനന്യനാണ്. അനന്യനായ ക്രിസ്തു പറയുന്നു, ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി എന്ത് ചെയ്യുകയില്ല, വിടുകയില്ല. ആ കർത്താവ് പറഞ്ഞു, കർത്താവ് ഞാൻ തുണയാ നിനക്ക്, നീ അതുകൊണ്ട് എന്ത് ചെയ്യണ്ട, പേടിക്കണ്ട. കർത്താവ് എനിക്ക് തുണ, ഞാൻ എന്ത് ചെയ്യുകയില്ല, പേടിക്കില്ല. ഈ കർത്താവുണ്ടോ? ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രശ്നം ഡിപ്രഷനാണ്, ഭയമാ. ഒരു കുഴപ്പമില്ലാഞ്ഞിട്ട് മനുഷ്യൻ ആത്മഹത്യ ചെയ്യാൻ പോവുക. ഒറ്റ കാര്യം കൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. ക്രിസ്തു ഉണ്ടോ ഭയം മാറും, ക്രിസ്തു ഉണ്ടോ നിരാശ മാറും, ക്രിസ്തു ഉണ്ടോ പ്രത്യാശ ഉണ്ടാകും, ക്രിസ്തു ഉണ്ടോ ഭയത്തിൻ്റെ സ്ഥാനത്ത് ധൈര്യം വരും. എന്താ കാര്യം? കർത്താവ് എനിക്ക് തുണയാ, ഞാൻ പേടിക്കുകയില്ല. കരമടിച്ച് നിന്ന് സ്തുതിച്ച് രാത്രി ആ വിശ്വാസത്തെ ഒന്ന് ഏറ്റെടുത്തേ. ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധീകരിക്കപ്പെടണം. എങ്ങനെ? നമുക്ക് വേണ്ടി ജഡാവതാരം എടുത്ത കർത്താവ് ക്രിസ്തു ജഡാവതാരം എടുക്കുക. പ്രിയമുള്ളവരെ, എന്നെ അത്ഭുതപ്പെടുത്തുന്നൊരു കാര്യമാണ് കർത്താവിൻ്റെ ജഡാവതാരം. എന്തുകൊണ്ടാണ്? മനുഷ്യൻ ചന്ദ്രനിൽ പോയിട്ടുണ്ട്, മനുഷ്യനെ നയിച്ച ഗ്രഹം ചൊവ്വായിക്കെ പോയി, മുകളിലോട്ട് പോകുന്നത് നമുക്ക് വലിയ അത്ഭുതമാണ്. പക്ഷേ ഈ സകല പ്രപഞ്ചത്തെ ഒറ്റ വാക്കുകൊണ്ട് ഉളവാക്കിയ ഈ ദൈവം ഈ കൊച്ചു ഭൂമിയിൽ, നമുക്കറിയാം പ്രപഞ്ചത്തിൻ്റെ ചിത്രമെടുത്ത ഭൂമി കാണാൻ പോലും ഇല്ല. ഈ ഭൂമിയിൽ ഒരു കൊച്ചു മൂലയ്ക്ക് നിൽക്കുന്ന നമ്മളെ തേടി ഈ ഭൂമിയിലേക്ക് വന്നെന്നുള്ളതാണ് ക്രിസ്തുവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. മനുഷ്യനെ തേടി കർത്താവ് വന്നു. കുഞ്ഞു മനസ്സിൽ ആഴത്ത് യേശുവിനോട് സ്നേഹം തോന്നിയൊരു കാര്യമുണ്ട്. യോഗം നടക്കുക ഒരു വീട്ടിൽ, വളരെ ചെറുപ്പം കറണ്ട് പോയി, പെട്രോമാക്സിൻ്റെ വെളിച്ചത്ത് യോഗം നടക്കുമ്പം യോഗത്തിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്ന ദൈവദാസൻ വാതുക്കിലോട്ട് ഇറങ്ങി നിന്നിട്ട് ഒറ്റ അലറായിരുന്നത്. പുറത്തെ ഇരുട്ടിൽ ആ തൂണിൽ പോസ്റ്റർ ചാരി മരിക്കാൻ വേണ്ടി നിൽക്കുന്ന സഹോദര വിളിക്കുക, കയറി വാ ഇവിടെ. നോക്കിയപ്പോൾ കുട്ടിച്ചാറാടി അരയിൽ പിച്ചാത്തിയൊക്കെ ഉണ്ട്, ആകെ തകർന്നൊരു മനുഷ്യൻ ഒലഞ്ഞ് കയറി വരിക. അവിടെ ഇരുട്ടത്ത് അദ്ദേഹം നിൽക്കുന്ന ആരും കണ്ടില്ല. പക്ഷേ കർത്താവ് കണ്ടു, തേടി വന്നു. ദോഷിയാം എന്നെയും 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 നാഥ, ഈ രാത്രി ഇവിടെ ഇരിക്കുമ്പോൾ ഓർത്തോണം, ഇങ്ങനെ എപ്പോഴൊക്കെയോ ആരും കാണാത്ത നമ്മളെ കർത്താവിൻ്റെ കണ്ണ് കണ്ടതുകൊണ്ടാണ് ഞാനും നിങ്ങളിവിടെ ഇരിക്കുന്ന. മറന്നു പോകരുത്, ക്രിസ്തു നമുക്ക് വേണ്ടി ജഡാവതാരം എടുത്തു. ക്രിസ്തു 30 വയസ്സ് വരെ മാതാപിതാക്കൾ കീഴ്പ്പെട്ട് ജീവിച്ച് 30ാമത്തെ വയസ്സിൽ സ്നാനമേറ്റും 33 തിരുവയസ്സിൽ ഒരു തെറ്റും ചെയ്യാഞ്ഞിട്ടും തെറ്റുകാരെന്ന് വിധിച്ചിട്ട് അടിച്ച് കർത്താവിൻ്റെ പുറം ഒഴിവുചാലുകൾ പോലെ കയറി തോളിൽ കുരിശും വെച്ചുകൊണ്ട് ഗാഗുൽത്താലേക്ക് പോകുക. 2 കള്ളന്മാരുടെ നടുവിൽ ക്രൂശിക്കപ്പെടുക. എന്തിനാണ് ക്രിസ്തു ക്രൂശിക്കപ്പെട്ടത്? എന്തായിരുന്നു കുറ്റം? ഒരു കുറ്റവും ഇല്ലെന്നുള്ള കുറ്റത്തിനായിരുന്നു അടിക്കപ്പെട്ടത്. ക്രിസ്തു നമുക്ക് വേണ്ടി യാഗമായിട്ട് മാറുകയാണ്. പഴയ നിയമത്തിൽ നമ്മൾ കാണുന്ന യാഗമുണ്ട്. യാഗം എന്താണ്? സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് നടത്തപ്പെടുന്ന യാഗമാണ്. അതാണ് അവിടെ പറയുക, വിവിധവും അന്യമായ ഉപദേശങ്ങൾ ആരും നിങ്ങളെ വലിച്ചു കൊണ്ട് പോകാതിരിക്കാൻ ആചരിച്ചിരിക്കുന്നു പോകുന്നവർക്ക് പ്രയോജനമില്ലാത്ത ഭോജന നിയമങ്ങളാലല്ല, കൃപയാൽ തന്നെ ഹൃദയം ഉറപ്പിക്കുന്നല്ല. കൂടാരത്തിൽ ശുശ്രൂഷിക്കുന്നവർ അഘോർത്തി കഴിപ്പാൻ അവകാശമില്ലാത്ത ഒരു യാഗപീഠമുണ്ട്. മഹാപുരോഹിതൻ പാപപരിഹാരമായ രക്തം വിശുദ്ധ മന്ദിരം കൊണ്ടുപോകുമ്പോൾ മൃഗങ്ങളുടെ ഉടയിൽ പാളയത്തിൻ്റെ പുറത്ത് വെച്ച് ചുട്ടുകളയും. അങ്ങനെ ക്രിസ്തുവും നമുക്ക് വേണ്ടി സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കേണ്ട നഗരവാതിലിന് പുറത്ത് വെച്ച് എന്ത് ചെയ്തു? കഷ്ടം അനുഭവിച്ചു. ആകയാൽ നാം അവൻ്റെ നിന്ന വന്നുകൊണ്ട് എവിടെ പോകണം? പാളയത്തിന്. ക്രിസ്തു ജഡാവതാരം എടുത്ത ക്രിസ്തു പകരം മരിക്കുക. പഴയ നിയമത്തിൽ പാപത്തിൻ്റെ ശമ്പളം മരണമാണെന്ന് നാം കാണുന്നു. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. പാപത്തിൻ്റെ ശമ്പളം മരണം. ഏകലംഘനത്താൽ പാപവും പാപത്താൽ മരണവും ലോകത്തിലേക്ക് കടന്നു വന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. ഇനി എന്താ പോംവഴി? നീ മരിക്കണം, പാപം ചെയ്ത ദേഹി മരിക്കണം. പക്ഷെ നീ മരിക്കണ്ട, പകരം ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് യാഗം നടത്തി. ഈ യാഗദർശ്യങ്ങൾ അതിൻ്റെ ഒരു വളർച്ച വേദപുസ്തകത്തിൽ കാണുന്നുണ്ട്. അബ്രഹാം ഇസ്ഹാക്കിനെ യാഗം കഴിക്കുമ്പോൾ ഇസ്ഹാക്കിന് പകരം ഒരു
കൊമ്പ് കാട്ടുകുരുങ്ങി ആട്ടുകൊറ്റനെ കഴിച്ചു. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം. മുമ്പോട്ട് പോകുമ്പോൾ പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നു 12-ാം അധ്യായം പെസഹ ആചരിക്കുക. പെസഹ ആചരിക്കുമ്പോൾ ഒരു കുടുംബത്തിന് പകരം ആരെ കൊന്നു? ഒരാടിനെ കൊന്നു. കണ്ടോ, ഒരു കുടുംബത്തിന് പകരം ഒരാടിനെ കൊന്നു. ലേവ്യ പുസ്തകം 16-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഒരു ആടിനെ കൊണ്ടുവന്നിട്ട് രാഷ്ട്രത്തിൻ്റെ പാപം അതിന്മേൽ ചുമത്തും. എന്നിട്ട് ആ ആടിനെ പുറത്ത് കൊണ്ടുപോയി കൊന്നിട്ട് അതിൻ്റെ രക്തം മാത്രം എടുത്തുകൊണ്ട് വന്ന് അതിവിശുദ്ധ സ്ഥലത്ത് കൊണ്ടുവന്ന് അർപ്പിക്കും. എന്നാൽ ക്രിസ്തു നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ജഡാവതാരം എടുത്ത് നടന്നു പോകുമ്പോൾ യോഹന്നാൻ സ്നാപകൻ പറയുന്ന ഒരു വാക്കുണ്ട്, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാണ്. അതാണ് ക്രിസ്തുവിൻ്റെ അനന്യത. എന്താണ്? ഒരു വ്യക്തിക്ക് വേണ്ടി മാത്രമല്ല, ഒരു കുടുംബത്തിന് വേണ്ടി മാത്രമല്ല, ഒരു രാഷ്ട്രത്തിന് വേണ്ടി മാത്രമല്ല, മുഴുലോകത്തിൻ്റെയും പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. കുരിശും എടുത്തുകൊണ്ട് പാപം ചുമന്നുകൊണ്ട് കാൽവറി മലയിലേക്ക് പോകുക. കുരിശും നിജ തോളിലേന്തി ഒഴുവൻ കണ്ടോ ഗിരിമേൽ നടന്നു പോകുക. ക്രിസ്തു നമുക്ക് വേണ്ടി കുരിശും എടുത്തുകൊണ്ട് പോയി 2 കള്ളന്മാർ നടുവിൽ ക്രൂശിക്കപ്പെട്ടു. ആർക്ക് വേണ്ടി? മുഴുവൻ ജനത്തിൻ്റെയും പാപം വഹിച്ചുകൊണ്ട്. അതാണ് പറയുക, മഹാപുരോഹിതന് ആണ്ടിലൊരിക്കൽ പോകുന്ന യാഗമുണ്ട്. അതാണ് ലേവ്യ പുസ്തകം 16-ാം അധ്യായത്തിൽ കാണുന്ന യോം കിപ്പൂർ എന്ന് പറയപ്പെടുന്ന മഹാപാപ പരിഹാര ബലി ദിവസത്തിൽ ആണ്ടിലൊരിക്കൽ ചീട്ട് വീണ ആടിനെ പുറത്തു കൊണ്ടുപോയി കൊല്ലപ്പെടുകയും അതിൻ്റെ ഉടല് ചുട്ടുകളയുകയും അതിൻ്റെ രക്തം മാത്രം എടുത്തുകൊണ്ട് വരികയും ചെയ്യും. എന്നാൽ വിശുദ്ധന്മാർ പുരോഹിതന്മാർക്ക് അഹോവൃത്തി കഴിക്കുന്ന യാഗങ്ങൾ എല്ലാ ദിവസങ്ങളും നടത്തപ്പെടുമ്പോൾ അതിൻ്റെ ഉടലിന്മേൽ അവകാശമില്ലാത്ത ആണ്ടിലൊരിക്കലെ യാഗം, ക്രിസ്തു കഴിച്ച യാഗം, അതിന് സമാനമായ യാഗം. പക്ഷേ ഒരു രാഷ്ട്രത്തിന് വേണ്ടി മാത്രമല്ല, മുഴുലോകത്തിൻ്റെയും പാപത്തെ ചുമന്നുകൊണ്ട് പോവുകയാണ്. ആ കൊണ്ടുപോകുന്ന മൃഗത്തിൻ്റെ ഉടൽ ചുട്ടുകളയും, എന്നിട്ട് അതിൻ്റെ രക്തം മാത്രം എടുത്തുകൊണ്ട് പോകും. ആ പശ്ചാത്തലം എടുത്തുകൊണ്ട് എബ്രായ ലേഖന കർത്താവ് പറയുന്നു, ക്രിസ്തു നമ്മുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് എവിടെ പോയി? നഗരത്തിന് പുറത്തു പോയി. നഗരത്തിനകത്തല്ല, ഈ ആണ്ടിലൊരിക്കലെ മഹാപാപ പരിഹാര ബലി അവരെ എവിടെ കൊണ്ടുപോകാം? മൃഗത്തെ പാളയത്തിൻ്റെ പുറത്ത് കൊണ്ടുപോകും. ഇതുപോലെ ക്രിസ്തുവും പാളയത്തിൻ്റെ പുറത്ത് കൊണ്ടുപോയി നമുക്ക് വേണ്ടി തൻ്റെ ശരീരത്തെ നമുക്ക് വേണ്ടി സമർപ്പിച്ചു. എനിക്കൊരു ശരീരം വെച്ചിരിക്കുന്നു. നോക്കൂ, കർത്താവ് പാളയത്തിൻ്റെ പുറത്ത് പോയി, നഗരത്തിൻ്റെ പുറത്ത് പോയി ക്രൂശിക്കപ്പെട്ടു. പഴയ നിയമത്തിൽ ഈ ലേവ്യ പുരോഹിതന്മാർ ആണ്ടിലൊരിക്കൽ കൊണ്ടുപോകുന്ന മൃഗത്തിൻ്റെ ഉടൽ പുറത്ത് കൊണ്ടുപോയി ചുട്ട് കളഞ്ഞിട്ട് രക്തം മാത്രം എടുത്തുകൊണ്ട് വന്ന് ദേവാലയത്തിൻ്റെ അതിവിശുദ്ധ സ്ഥലത്തേക്ക് അതിൻ്റെ തിരശീല മാറ്റി കയറും. ഇതുപോലെ ക്രിസ്തു നമുക്ക് വേണ്ടി തിരശീല മാറ്റി, എന്താ? തൻ്റെ ദേഹമെന്ന തിരശീല കീറി. എന്നിട്ട് പോയി എങ്ങോട്ടാ? കൈപ്പണിയല്ലാത്ത വാസ്തവമായ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു. മഹാപുരോഹിതന് ആണ്ടിലൊരിക്കൽ ഈ തിരശീലയ്ക്കകത്ത് പോയിട്ട് പറയും, ജനത്തിൻ്റെ പാപങ്ങളെ ക്ഷമിക്കണമേ. എന്നാൽ തൻ്റെയും ജനത്തിൻ്റെ അബദ്ധങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്തം നടത്തും. ക്രിസ്തുവോ നിഷ്കളങ്കൻ, ഒരു പാപവും ചെയ്യാത്ത കർത്താവിന് തനിക്ക് വേണ്ടി ഒന്നും ചെയ്യാനില്ല. നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് കർത്താവ് ഒരിക്കലായിട്ട് പോയി. എവിടെ പോയി? പാളയത്തിൻ്റെ പുറത്ത് പോയി. ഇവിടെ ക്രിസ്തു പറയുകയാണ്, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? എൻ്റെ നിന്ന ചുമന്നുകൊണ്ട് എവിടെ വരണം? പാളയത്തിൻ്റെ പുറത്ത് വരണം. അവസാനിപ്പിക്കുക. അന്ന് എൻ്റെ കർത്താവ് അനന്യായ ക്രിസ്തു ഭൂമി ജഡാവതാരം എടുത്ത് നിന്നപ്പം കുഷ്ഠരോഗിയുടെ അടുക്ക വന്നിട്ട് പറഞ്ഞു, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കാൻ. കർത്താവ് അവനെ തൊട്ടു. കുഷ്ഠരോഗി ആരും തൊടില്ല, പക്ഷെ കർത്താവ് തൊട്ടു. എന്തിനാ തൊട്ടത്? കുഷ്ഠരോഗിക്ക് ഏറ്റവും വലിയൊരു ആഗ്രഹമുണ്ട്, ആരെങ്കിലും എന്നെ എന്ത് ചെയ്യണം? തൊടണം. കർത്താവ് തൊട്ടു. 5 അപ്പം കൊണ്ട് 5000 പേർക്ക് അപ്പം നുറുക്കി കൊടുത്തു. ലാസറിൻ്റെ വീട്ടിൽ ചെന്നു, എല്ലാം ചെയ്തു. ഇന്ന് കർത്താവ് പറയുന്നു, നിങ്ങൾ എൻ്റെ നിന്ന ചുമന്നുകൊണ്ട് എവിടെ വരണം? പാളയത്തിൻ്റെ പുറത്ത് വരണം. അന്ന് കർത്താവ് പോയി കുഷ്ഠരോഗിയെ തൊട്ടു. അന്ന് കർത്താവ് ലാസറിൻ്റെ വീട്ടിൽ ചെന്നു. അന്ന് കർത്താവ് നമുക്ക് കാണാം യായിറോസിൻ്റെ മകളെ ഉയർപ്പിച്ചു. ഇന്ന് കർത്താവ് ജഡത്തിലാണോ അതോ ആത്മശരീരത്തിലാണോ? ജഡത്തിലാണോ ആത്മശരീരത്തിലാണോ? ആത്മശരീരത്തിലാണ് അല്ലേ? ഇന്ന് ക്രിസ്തുവിന് പോകണം. നമ്മൾ പറയുന്ന ക്രിസ്തുവിന് ഇന്ന് പുറത്തോട്ട് പോകണം. ആരിലൂടെ പോകണം? നമ്മളിലൂടെ പോകാനൊക്കത്തുള്ളൂ. നമ്മളിലൂടെ പോകാൻ പല നിലകളിൽ കർത്താവിനും പോകണം. ഒരിക്കൽ എൻ്റെ അമ്മ എന്നെ രാത്രി വിളിച്ചു, നല്ല ഉറക്കത്തില്ല. എഴുന്നേക്കട മോനെ. എന്താ? അമ്മ ഏതാണ്ട് സ്വപ്നം കണ്ട് എഴുന്നേറ്റ് വരിക. 2 മണി 3 ആയി. എന്നെ വേണം സ്കൂട്ടറെ കൊണ്ടുപോകാനാ. ഞാനന്ന് 10-18 വയസ്സുള്ളൂ. അത്യാവശ്യം സ്കൂട്ടർ ഓടിക്കും.
നിർബന്ധിച്ച് കൊണ്ടുപോയി. ഏതാണ്ടെല്ലാം ബജാജ് സൂപ്പറിൻ്റെ ചേതക്കിൻ്റെ സൈഡിലൊക്കെ എടുത്തൊരു സഞ്ചിക്കകത്ത് വെച്ചുകൊണ്ട് ഒരു വീട്ടിൽ ചെന്ന് ഈ അമ്മ മിടിക്കുക. അടുക്കളയിലൊക്കെ കയറി നോക്കി, മനസ്സിലായി 2-3 ദിവസമായിട്ട് കഞ്ഞി വെച്ചിട്ടില്ല. അവരെ ഉണർത്തി കഞ്ഞി വെച്ച് കൊടുത്തു. ഇന്നും അവർ കാണുമ്പം പറയും, അന്ന് കൊച്ചമ്മ രാത്രി വന്ന് കഞ്ഞിയിട്ട് വേവിച്ച പിന്നെ ഒറ്റ ദിവസം പോലും അരിയില്ലാത്ത പട്ടിണി കിടന്നിട്ടില്ല. ആ വീട്ടിൽ ചെല്ലാൻ കർത്താവിനൊരു കരം വേണമായിരുന്നു, ഒരു കാല് വേണമായിരുന്നു. അതെൻ്റെ അമ്മയായിരുന്നു. ഇതുപോലൊരു ദിവസം ജൂലൈ മാസം 5-ാം തീയതിയാണ് എന്നെ വെളുപ്പിന് ദൈവം ഉണർത്തി. 4:30 അന്നെൻ്റെ വിവാഹം കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസമാണ്. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഞാൻ വല്ലാതെ അസ്വസ്ഥനാകുക. ഐ ഡു നോട്ട് നോ വാട്ട് ടു ഡു, വാട്ട്സ് ദ റീസൺ. ഞാനും ചോദിച്ചു, എനിക്കെന്താ പറ്റുക. നേരം ജടവുപാതിയ, നല്ല മഴ പെയ്യുന്നു, ഒരു ചാറ്റൽ മഴ പെയ്തിങ്ങനെ നിൽക്കുന്ന നല്ല തണുപ്പ്. ഞാൻ പതുക്കെ എഴുന്നേറ്റ് പുറത്തിറങ്ങി. എങ്ങോട്ട് പോകണോ എനിക്കറിയില്ല. ഞാൻ പതുക്കെ ഇറങ്ങി നടന്നു. എൻ്റെ കൂടെ ഒരു നായ്ക്കുട്ടിയുണ്ട്. അതിനെ ഞാൻ ഒരു റോഡ് സൈഡിൽ കെട്ടിയിട്ട് അവിടെ ഒരു തോട് വന്നു. ആ തോട്ടിൽ കൂടെ ഞാൻ നടന്ന് കയറി ചെല്ലുമ്പോൾ ഒരു സഹോദരൻ അവിടെ സിറ്റൗട്ടിൽ ഇരിപ്പുണ്ട്, കുടിക്കുക. എന്തൊക്കെ പുലമ്പുന്നു, നേരം വെളുത്തിട്ടില്ല. ഞാൻ അവിടെ ചെന്നിട്ട് ചോദിച്ചു, എന്തിയെ ചേച്ചി, എന്തിയെ? അകത്ത് കാണും, എന്തൊക്കെയോ പുലമ്പുക. ഞാൻ അകത്ത് കയറി. ഈ സഹോദരി കിടന്ന കതകിൻ്റെ വാതിൽക്കൽ ചെന്ന് മുട്ടി. എനിക്കൊരു സാന്ത്വര്യമുള്ള വീടാണ്, എന്നാലും ഇന്നാണ് ഞാൻ ചെയ്യില്ല. അന്നത്തെ ഒരു ധൈര്യത്തിൽ, കുറച്ചുകൂടെ ചെറുപ്പം, 10-25 വർഷം മുമ്പ്, ഞാൻ പുറകോട്ട് മാറി ആഞ്ഞു തൊഴിച്ചു കതകിനെ. കതകിൻ്റെ കുറ്റി പറഞ്ഞു പോയി. ഞാൻ കാണുന്ന കാഴ്ച, ഒരു മേശയിട്ട് ഒരു ടീപ്പോ ഇട്ട് അതിൻ്റെ പുറത്ത് കയറ് ഫാനേന്ന് ഇട്ടിട്ട് എന്തോ ചെയ്യണമെന്നിങ്ങനെ നോക്കി നിൽക്കുന്ന സഹോദരിയാണ്. ചത്തില്ല അവർ, ഇന്നവർ മിടുക്കരായി നല്ല ജീവിക്കുക. പക്ഷെ ആ വീട്ടിൽ കർത്താവിന് ചെല്ലാൻ ഒരു കാല് വേണമായിരുന്നു. ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. അന്ന് പാപിയെ സ്നേഹിച്ചു. ലാസറിൻ്റെ വീട്ടിൽ ചെന്നു, കുഷ്ഠരോഗിയെ തൊട്ടു, അത്ഭുതങ്ങൾ അടയാളങ്ങൾ ചെയ്തു. ഇന്ന് കർത്താവിന് പുറത്തു പോകണം. ഈ വേദനിക്കുന്ന സമൂഹത്തിൽ ആരിലൂടെ പോകും? അനന്യായ ക്രിസ്തു നമ്മളിലൂടെ പുറത്തു പോകത്തുള്ളൂ. കുഞ്ഞെ, ഞാൻ വീണ്ടും അനുഭവം പറയുക, നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി. അതാണ് പെന്തക്കോസ്ത്. അതുകൊണ്ടാണ് നിങ്ങളെ കല്ലെറിഞ്ഞു, ഒരു കുഴപ്പമില്ല. പക്ഷെ ഞങ്ങളെന്ത് ദോഷമാണ് നിങ്ങൾക്ക് ചെയ്തേ, ഞങ്ങളെന്ത് ദോഷമായി സമൂഹത്തിന് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ കല്ലെറിയാവൂ. എൻ്റെ അമ്മ വെളുപ്പിന് 4 മണിയായപ്പം തൊട്ട് എൻ്റെ അടുക്ക വന്നിരിക്കുക, എഴുന്നേക്കടാ. നമുക്ക് മടിയാ എഴുന്നേക്കാൻ. നീ എന്നെ അവിടം വരെ കൊണ്ടുവിട. എവിടെ പറയാം? ആ പെങ്കൊച്ചിൻ്റെ വീട്ടിൽ. ഏത് പെങ്കൊച്ച്? അതിന് കാലിനൊരിച്ചിരി പ്രയാസമുണ്ട്. അവിടം വരെ കൊണ്ടുവിടണം. ഏതൊക്കെയോ അവിടം വരെ കൊണ്ടുവിട്ട് നേരം വെളുത്തിട്ടില്ല. ആരാണ്ട് ടാപ്പിങ് ചെയ്യുന്നവരോട് ചോദിച്ചു, എവിടെ ആ കൊച്ചിൻ്റെ വീട്? ആ കൊച്ചിൻ്റെ അടയാളം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ മലയുടെ മണ്ടയില. തന്നെ എൻ്റെ അമ്മ വലിഞ്ഞു കയറിപ്പോയി. BP ഷുഗറും ഒക്കെ ഉണ്ടായിരുന്ന അമ്മ. അവിടെ ചെന്നപ്പോൾ ഈ പെൺകുട്ടി ഇറങ്ങി വന്ന്, എന്താ ആൻറ്റി വന്നേ? നിന്നെ ദൈവാത്മാവ് എന്നെ കാണിച്ചു. ചുമ്മാ കള്ളത്തരം പറയരുത്, ദൈവാത്മാവ്. എടി മോളെ, എനിക്ക് ഭ്രാന്തുണ്ട്. ഈ കുറ്റി വെളുപ്പാൻ കാലത്ത് നേരം വെളുക്കാത്തപ്പോൾ നിന്നെ കാണാൻ ഈ മല കയറി വന്നത് ദൈവം പറഞ്ഞിട്ടാണ്. ദൈവം പറഞ്ഞിട്ട് വന്നാടി, അല്ലേ വയ്യാത്ത ഞാൻ കയറി വരുമോ? അവൾ അകത്ത് കൊണ്ടുപോയി ഒത്തിരി പേജ് ലെറ്റർ, ആത്മഹത്യക്കുറിപ്പ് എഴുതി വെച്ചിട്ട് മണ്ണെണ്ണ ഒഴിച്ച് എടുത്ത് വെച്ച് തീ കത്തിക്കാൻ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പാണ് എൻ്റെ അമ്മ അവിടെ ചെന്നത്. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞങ്ങൾ പെന്തക്കോസ്തുകാരാണെന്ന്. ഞങ്ങൾക്ക് ഒരു ദോഷം ആർക്കും ചെയ്യത്തില്ല. പക്ഷേ ഇന്ന് രാത്രി ഞാൻ വീണ്ടും ചോദിക്കുക, ക്രിസ്തുവിൻ്റെ കാലുകളായി പോകണ്ടേ? ക്രിസ്തുവിൻ്റെ കൈകളായി പോകണ്ടേ? അന്ന് കർത്താവ് നേരിട്ട് എന്ന് പറഞ്ഞു, നീ മരിക്കണ്ട. ഇന്ന് പറയണം, അവൻ മരിച്ചു, ഇനി നീ മരിക്കണ്ട. നിനക്ക് പകരം ഒരാൾ മരിച്ചിട്ടുണ്ട്. നീ ഇനി തകരല്ലേ, നിനക്ക് പകരം ഒരാൾ മരിച്ചിട്ടുണ്ട്, തകർന്നിട്ടുണ്ട്. നീ ഇനിയും സ്വയം ശാപമായി ചിന്തിക്കണ്ട. നിൻ്റെ ശാപത്തെ മാറ്റാൻ ഒരാൾ ക്രിസ്തുവിൽ ശാപമായി തീർന്നിട്ടുണ്ട്. ഇത് പറയാൻ കർത്താവിനൊരു നാവ് വേണം. ഇത് പറയാൻ പോകാൻ കർത്താവിനൊരു കരം വേണം. ആ കരം നമ്മുടെ കരം ആകണ്ടേ? കൈയടിച്ചൊന്ന് സ്തുതിച്ച് ഈ കരങ്ങൾ കൊണ്ട് കർത്താവിൻ്റെ വേല ചെയ്യണ്ടേ? ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയം അന്നത്തെ കോളേജ് കലാലയ രാഷ്ട്രീയത്തിൻ്റെ കളിത്തൊട്ടില്ല. രാഷ്ട്രീയവാദം ഇന്നില്ലാത്ത സമയം, എല്ലാവരും രാഷ്ട്രീയത്തിൻ്റെ പ്രബുദ്ധതയുള്ള സമയം. കോളേജ് ഡിഗ്രി തുറക്കുന്നു, പിള്ളേർ വരുന്നു, കുറേ മക്കൾ നിന്ന് വിളിക്കുന്നു, വി സല്യൂട്ട്, റെഡ് സല്യൂട്ട് ടു ന്യൂ കമേഴ്സ്. SFIക്കാരാ, വി സല്യൂട്ട്, ബ്ലൂ സല്യൂട്ട് ടു ന്യൂ കമേഴ്സ്. KSUക്കാരാ, കുറച്ച് പേര് ABVP, കുറേ KSCക്കാർ. എല്ലാവരും നിൽക്കുമ്പം നമ്മളും ഓർത്തു എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ. ഒരു ട്രാക്റ്റ് അടിച്ചു കൊടുത്തു. ഞങ്ങൾ 3 പേര്. അന്ന് ഞങ്ങളെല്ലാവരെയും കളിയാക്കി നിന്നവർ. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, അന്ന്
തൂക്കുമരങ്ങൾ ചിരിക്കുമ്പോഴും ഒന്ന് പറഞ്ഞ് ഈങ്കുല വിളിക്കുന്ന ഒരു ചേട്ടായി ഉണ്ടായിരുന്നു. പുള്ളി ആ സമരത്തിന് ആദ്യം വിളിക്കുന്ന പുള്ളി ഈങ്കുല വിളിക്കുമ്പം കോളേജ് കിടുങ്ങായിരുന്നു. ഇന്ന് ആ പുള്ളി എൻ്റെ വിശ്വാസിയാണ്. ഞാൻ ഇടയ്ക്ക് ചോദിക്കുക, അച്ഛാ ഒന്ന് പ്രസംഗിക്കുക, നീ പ്രസംഗിക്കുക, ഞാൻ കേൾക്കാടാ, അതല്ലേ നല്ലത്. ഒരു കാര്യം ഓർത്തോണേ, ട്രാക്റ്റ് കൊടുക്കാൻ കർത്താവിനൊരു കൈ വേണം. ആ ട്രാക്റ്റിൻ്റെ സന്ദേശം ഇത്രയേ ഉള്ളൂ. ലോകത്തോട് പറയാൻ നമുക്കൊരു സന്ദേശമുള്ളൂ, നമ്മുടെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു, ഇനി മരിക്കണ്ട, നിനക്ക് നിത്യജീവൻ ഉണ്ടാകാൻ ഒരാൾ മരിച്ചിട്ടുണ്ട്, നീ തകരേണ്ടിടത്ത് ഒരാൾ തകർന്നിട്ടുണ്ട്, നിൻ്റെ ശാപം മാറ്റാൻ ഒരാൾ ശാപമൃത്യു മരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് യേശുവിലൂടെ ഒരു ജീവനുണ്ട്. ആ കർത്താവിൻ്റെ സാക്ഷികളായി പോകാൻ നമ്മുടെ കരങ്ങൾ, നമ്മുടെ കാലുകൾ, പ്രത്യേകിച്ച് എൻ്റെ പൊന്നോമന മക്കളോട് ഞാൻ വീണ്ടും പറയുക, ഈ കൈ കൊണ്ട് കർത്താവിൻ്റെ സുവിശേഷം പറയണം, കർത്താവിനെക്കുറിച്ച് പറയണം. ഒരു കാര്യം ഉറപ്പാണ് മക്കളെ, വേദപുസ്തകത്തിൽ മാത്രം കാണുന്നൊരു വാക്കുണ്ട്, നെബോ കുനിയും ബാല് വണങ്ങും, ഞാൻ നിന്നെ നരയ്ക്കുവോളം ചുമക്കും. അത് ഇത്രയേ ഉള്ളൂ. അല്ല, ആരോഗ്യമുള്ളപ്പോൾ ഈ പുസ്തകം ചുമന്ന, കർത്താവിനെ ചുമന്ന, ആരോഗ്യം കുറയുമ്പോൾ, പാർക്കിൻസൺസ് വരുമ്പോൾ, കൈ വിറയ്ക്കുമ്പോൾ, കർത്താവ് ഇങ്ങനെ കൈവെള്ളെ കൊണ്ട് നടക്കും, കൈവെള്ളെ കൊണ്ട് നടക്കും. നരയ്ക്കുമ്പം കൈവെള്ളം കൊണ്ട് നടക്കുന്ന ഒരു കർത്താവുണ്ട്. ഈ കർത്താവിൻ്റെ സാക്ഷിയായി അവന് പകരം എനിക്ക് പോകണം, എനിക്ക് വേണ്ടി മരിച്ച, എനിക്ക് വേണ്ടി കാൽവരി കുരിശിൽ കൈവിടപ്പെട്ടു പോയ, നമുക്ക് വേണ്ടി സ്വന്തം തോളിൽ തലചായ്ച്ച് മരിച്ച ക്രിസ്തുവിൻ്റെ സാക്ഷിയായി എനിക്ക് ജീവിക്കണം. അങ്ങനെയുള്ളവരൊന്നും എഴുന്നേറ്റ് നിന്നേ അവൻ്റെ സാക്ഷിയായി, അവൻ്റെ കാലുകളായി. സുവിശേഷമായാലും ഇത്രയേ ഉള്ളൂ മക്കളെ, കർത്താവിൻ്റെ കാലായി പോവുക, കർത്താവിൻ്റെ കൈയായി പോവുക, കർത്താവിൻ്റെ നാവായി മാറുക. ഈ ജീവിതം അങ്ങനെ സമർപ്പിച്ചാൽ ഉണ്ടല്ലോ എന്തൊരു സന്തോഷമാണെന്നറിയാമോ. അങ്ങനെ ആഗ്രഹിക്കുന്നവരെല്ലാം ഒരു സമർപ്പണത്തോടെ, അങ്ങനെ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർ ദൈവസന്നിധിയിൽ, ഓരോ യോഗവും ഒരു പുനഃസമർപ്പണമാണ്. ഒന്ന് എഴുന്നേറ്റ് ഇന്നാട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കരങ്ങൾ കർത്താവിൻ്റെ കരങ്ങളാകട്ടെ, നമ്മുടെ കൈകൾ കർത്താവിൻ്റെ കരങ്ങൾ. ആരെയും നോക്കരുത്. ദൈവസന്നിധിയിലാണ് നാം നിൽക്കുന്നത്. ഓരോ തീരുമാനവും നമ്മുടെ ജീവിതത്തിൻ്റെ ഗതികളെ മാറ്റുന്ന തീരുമാനമാണ്. ഓരോ യോഗവും ഒരു പുനഃസമർപ്പണമാണ്. കുറച്ചുകൂടെ എനിക്ക് യേശുവിന് വേണ്ടി ഓടണം, കുറച്ചുകൂടെ എനിക്ക് യേശുവിന് വേണ്ടി പോകണം, കുറച്ചുകൂടെ എനിക്ക് യേശുവിനെക്കുറിച്ച് പറയണം, എനിക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട എൻ്റെ കർത്താവിനെ ഉയർത്തണം. അങ്ങനെ ആഗ്രഹിക്കുന്നവരെല്ലാവരും എഴുന്നേറ്റ് നിന്ന് ദൈവസന്നിധിയിൽ ഒന്നും നമുക്ക് സമർപ്പിക്കാം. പിതാവേ, ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ പൊന്നോമന മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കരങ്ങളായി, അവിടുത്തെ കാലുകളായി, അവിടുത്തെ നാവായി, അവിടുത്തെ കർത്താവെ നിന്ന വഹിച്ചുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൻ്റെ നിന്ന വഹിച്ചുകൊണ്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്ന ഓരോ മക്കളെയും, അനന്യനായ ക്രിസ്തുവിൻ്റെ നിന്ന വഹിച്ചുകൊണ്ട് പോകാൻ ദൈവമേ തീരുമാനമെടുത്ത ഓരോ മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥിച്ചവരെ അനുഗ്രഹിക്കുന്നു യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു. അവൻ്റെ കാലുകളായി പോവുക. അവിടുന്ന് നമുക്ക് വേണ്ടി മരിച്ചു, നമ്മൾ ജീവിക്കുന്നു. അവിടുന്ന് തകർന്നു, നമ്മൾ പണിയപ്പെട്ടു. അവിടുന്ന് നിന്നയേറ്റു, നമ്മൾ മാനിക്കപ്പെട്ടു. അവിടുന്ന് ശാപമായി, നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരായി. അവിടുന്ന് താണു വന്നു, നമ്മൾ ഉയർത്തപ്പെടുന്നു. ഒരു കാര്യം, ക്രൂശിൽ നടന്നത് കർത്താവ് ചെയ്ത ഒരു എക്സ്ചേഞ്ചാ, കൈമാറ്റമാ. നമ്മുടെ ശിക്ഷ കർത്താവിൻ്റെ മേലായി, നമ്മുടെ മരണം കർത്താവിൻ്റെ മേലായി. പകരം നമുക്ക് സ്വാതന്ത്ര്യം, പകരം നമുക്ക് അനുഗ്രഹം, പകരം നമുക്ക് ജീവൻ. ആ ജീവൻ്റെ സാക്ഷികളായി പോകുവാൻ, ക്രിസ്തുവിൻ്റെ സ്ഥാനാപതികളായി പോകുവാൻ, ക്രിസ്തുവിന് പകരം കാലുകളായി, കൈകളായി, നാവായി പാളയത്തിൻ്റെ പുറത്തേക്ക് പോകുവാൻ, ഓരോ മനുഷ്യനെയും ദൂതനായി കാണുന്ന ആത്മീയ പൈതൃക സംസ്കാരത്തിൻ്റെ ഭാഗമാകാൻ, കുറച്ചുകൂടെ വിനയപ്പെട്ട് ശരീരത്തിലാണെന്നുള്ള ബോധ്യത്തോടെ വിനയപ്പെട്ട് മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ, കൈവിടാത്തൊരു കർത്താവുണ്ടെന്നുള്ള ബോധ്യത്തിൽ മുമ്പോട്ട് പോകാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ചേർന്ന് പറ, എനിക്കൊരു കർത്താവുണ്ട്, ഞാൻ അനാഥനല്ല. എനിക്കൊരു കർത്താവുണ്ട്, ഞാൻ അനാഥനല്ല. 2 പേരോടൊന്ന് പറഞ്ഞേ, പേടിക്കരുത്, കർത്താവുണ്ടെന്ന് പറഞ്ഞേ. 3-4 പേരോടെങ്കിലും ഒന്ന് കൈ തൊട്ട് പറഞ്ഞേ, പേടിക്കരുത്, കർത്താവുണ്ട്, ഞാൻ അനാഥനല്ല. നമുക്കൊരു കർത്താവുണ്ട്. കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കുകയില്ല. ആ കർത്താവ് നമുക്ക് തുണ, പേടിക്കുകയില്ല. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അവസരത്തിന് നന്ദി. ഗാഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു.